Bismillahirrahmanirrahim. Alhamdulillah alladhi hadana li hadha wa ma kunna linahtadiya lawla an hadana Allah. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka hamidum majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadithi kitabullah wa khairal hadi hadi Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dalalah. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Innal ladhina la yarjuna liqa'ana waradu bil hayatid dunya ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ മദ്രസയുടെ ഒരു സജീവതയ്ക്ക് വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു രക്ഷിതാക്കളുടെയും ഈ നാട്ടിലെ ദീനീ സ്നേഹികളായ ആളുകളുടെയും ഒരു മഹത്തായ സംഗമമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മക്കൾ നമ്മുടെ ദുഃഖവും സന്തോഷവും എന്ന് പറയുന്ന ഒരു വിഷയത്തിലാണ് ഇവിടെ അല്പസമയം നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്. നമ്മുടെ ഇവിടെ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നതെങ്കിലും ലോകം മുഴുവനും എവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഈ പരിപാടി കേൾക്കാവുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല ഇതിൻ്റെ ശ്രോതാക്കൾ. ലോകത്തെവിടെ നിങ്ങളുടെ ഭർത്താക്കന്മാരോ മക്കളോ ആരെങ്കിലുമൊക്കെ ഗൾഫിലുണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബിലൂടെ ഈ പരിപാടി നമ്മുടെ ഇവിടെ നടക്കുന്ന അതേ സമയത്തു തന്നെ നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും ക്ലാരിറ്റിയോടുകൂടെ കേൾക്കുവാൻ സംവിധാനമുള്ള ഒരു പരിപാടിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി കേൾക്കേണ്ടത് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മുൻഗണന ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുൻഗണന നിങ്ങൾ അതിൻ്റെ വിലയിൽ അതിൻ്റെ മഹത്വത്തോടു കൂടെ ഉൾക്കൊള്ളണം. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുക. നിങ്ങൾ അശ്രദ്ധരാകുമ്പോൾ സ്വാഭാവികമായും ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരെയും അത് ചിലപ്പോൾ ബാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു നില നിങ്ങൾ അവസാനം വരെ തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം മാനക്കേടാണ്, അപമാനം. അത് സഹിക്കാൻ ആർക്കും പറ്റൂല. നമ്മളെല്ലാവരും നമ്മുടെ മാനം കാക്കാനാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ഒരു വേള എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട്, എന്തെല്ലാം തെറ്റുകൾ ചെയ്യാൻ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ അവസരമുണ്ട്. ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ തെറ്റെങ്ങാനും നാളെ പുറത്തു വന്നാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണത്. അതുകൊണ്ട് തന്നെ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും മാനക്കേടിനെക്കുറിച്ചും ആലോചിച്ചിട്ടാണ് ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും തെറ്റു ചെയ്യാതിരിക്കുന്നത്. അൽ ഹയാ കുല്ലുഹു ഖൈർ. ലജ്ജ മുഴുവൻ നന്മയാണ്. ലജ്ജയാണ് ഒരു മനുഷ്യനെ തെറ്റിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റായ പ്രവർത്തനം ചെയ്യാൻ എങ്ങനെയുണ്ട് മനസ്സിക്ക് വരുമ്പോൾ നമ്മൾ ആരാന്ന് ആലോചിച്ച്, പടച്ചോനെ ഞാൻ 4 കുട്ടികളെ ഉമ്മയല്ലേ, ഞാൻ അങ്ങനെ ഒരു അന്യ ആളുടെ മുഖത്തേക്ക് ഇങ്ങനെ അവിഹിതമായി നോക്കാൻ പറ്റൂ? എൻ്റെ കുട്ടികളെങ്ങാനും എന്നെക്കുറിച്ച് നാളെ അതറിഞ്ഞാൽ എന്താകും അവസ്ഥ? ഞാനൊരു 4 കുട്ടികളുടെ വാപ്പയല്ലേ, നാളെ എന്നെക്കുറിച്ചൊരു ചീത്തപ്പേര് നാട്ടിൽ വന്നാൽ ഞാൻ എൻ്റെ മക്കളെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? സത്യത്തിൽ ലജ്ജയാണ് മനുഷ്യനെ എല്ലാ തിന്മകളിൽ നിന്നും തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
വീട്ടിൽ മോഷ്ടിക്കാൻ വന്ന മോഷ്ടാവിൻ്റെ ചെറിയ നിലാവെളിച്ചത്തിൽ അയാളുടെ മുഖം കണ്ടപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്ക് മക്കളോടൊപ്പം താമസിക്കുന്ന വീട്ടമ്മ, വീട്ടിലെ സ്ത്രീ അവൻ്റെ പേര് വിളിച്ചോ, നീയാണോ ഈ രാത്രി ഞങ്ങളെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ച് അയാൾ തിരിച്ചു പോവുകയായിരുന്നു. ആളെ മനസ്സിലായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ചു വന്ന് അവരെ കൊല്ലാനാണ് അയാൾ ശ്രമിച്ചത്. കാരണം നാളെ അത് പുറത്തറിഞ്ഞാൽ എനിക്ക് മാനക്കേടാണല്ലോ എന്ന് വിചാരിച്ചാണ് ഒരു കൊലപാതകത്തിന് അയാൾ മുതിരുന്നത്. അത്ര വലുതാണ് നമ്മുടെ അഭിമാനം. ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളുടെ മക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചീത്തപ്പേര് നാട്ടിൽ വന്നാൽ അതിനേക്കാളും വലിയൊരു അപമാനം, ഒരു മാനക്കേട് ലോകത്ത് വരാനില്ല. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ നാളെ പുറത്തറിയാൻ പറ്റാത്ത വല്ല പ്രവർത്തനങ്ങളും അവർ ചെയ്ത് അതെങ്ങാനും നമ്മുടെ അയൽവക്കക്കാരും കുടുംബക്കാരും ഒക്കെ ചർച്ച ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം വന്നാൽ നമ്മൾ എന്തു ചെയ്യും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അത് ഗൗരവപരമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത് വെറുതെ അല്ല. മക്കൾക്ക് എന്തു വന്നാലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകൂല. ഏത് സന്ദർഭത്തിലും നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ജീവിതത്തിൽ എന്തു വ്യവഹാരങ്ങളും എന്തു പ്രവർത്തികൾ ചെയ്യുമ്പോഴും അതന്നെ മനസ്സിക്ക് വരുള്ളൂ. ഒരു സുഖമില്ലാത്തൊരു കുട്ടി നമുക്കുണ്ടെങ്കിൽ ആ കുട്ടിനെ പറ്റിയുള്ള ചിന്തകൾ തന്നെ ആയിരിക്കും. ഒരു വിവാഹമോചിതയായൊരു മകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ വിവാഹത്തെക്കുറിച്ച് തന്നെ ഇക്കാരം മനസ്സിലുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ അവനെക്കുറിച്ചുള്ള വിഷമമായിരിക്കും ഉണ്ടായിരിക്കുക. എന്ന് പറഞ്ഞാൽ മനസ്സിൽ അത്രമാത്രം നമ്മളെ വിഷമിപ്പിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ അതിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നൊരു കാര്യം മക്കളാണ്. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കും, നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. പല പ്രയാസങ്ങളും നമുക്കുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. മോളുടെ ഒരു വിവാഹം, മകൻ്റെ ഒരു ജോലി, അതേപോലെ തന്നെ മക്കളുടെ ഒരു 10ാം ക്ലാസ്സിലെ റിസൾട്ട് അല്ലെങ്കിൽ +2വിൻ്റെ റിസൾട്ട്, എല്ലാം നമ്മുടെ മക്കൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള നല്ല ആഗ്രഹങ്ങളും നല്ല പ്രതീക്ഷകളുമാണ് നമ്മുടെ സന്തോഷം. അതിലപ്പുറത്തേക്കൊന്നുമില്ല. രാത്രി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് രാത്രി വായിക്കുമ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി മക്കളെ കൂടെ 12 മണിക്കും 1 മണിക്കും ഉറക്കമൊഴിച്ചു മരിക്കുന്ന ഉമ്മൻ്റെ പ്രതീക്ഷ ഫുൾ A+ കിട്ടി പാസ്സായി വരുന്ന, എല്ലാവരും ചോദിക്കുമ്പോൾ മകൻ എങ്ങനെ പാസ്സായി, മകൾ എങ്ങനെ പാസ്സായി എന്ന് ചോദിക്കുമ്പോൾ ഫുൾ A+ ആണ് എൻ്റെ കുട്ടിക്ക് എന്ന് പറയുമ്പോഴുള്ള അഭിമാനവും സന്തോഷവും ജീവിതത്തിലെ വലിയ സന്തോഷമാണ്. അപ്പോൾ മക്കളുടെ സന്തോഷകരമായ ജീവിത അവസ്ഥകൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ രോഗങ്ങളെ മറക്കും, പ്രഷർ മറക്കും, ഷുഗർ മറക്കും, ദുഃഖങ്ങളെ മറക്കും, ദാരിദ്ര്യം മറക്കും, കടങ്ങളെ മറക്കും. മക്കളിൽ നിന്ന് വേദനകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും അത് നിറഞ്ഞു നിൽക്കും. നമ്മൾ രോഗികളാകും, നമ്മൾ മാനസിക അസ്വാസ്ഥത്തിലാകും. അതുകൊണ്ട് മക്കളാണ് ദുഃഖം, മക്കളാണ് സന്തോഷം എന്ന് പറഞ്ഞത് പരിപാടിക്ക് നല്ലൊരു ഹെഡിങ് കിട്ടാനല്ല, അതാണ് സത്യത്തിൽ ശരി എന്ന് ഒരു പക്ഷേ ഈ മുഖവുരയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എനിക്ക് വന്ന ഫോൺ കോളുകളും എൻ്റെ വീട്ടിൽ സന്ദർശിച്ചവരെയും മാത്രം ചിന്തിച്ചാൽ ഈ വിഷയത്തിൻ്റെ പ്രസക്തി മനസ്സിലാകും. സുബഹി കഴിഞ്ഞ ഉടനെ എനിക്ക് കിട്ടിയ ഫോൺ കോൾ, നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം. ഞാൻ പറഞ്ഞു ദയവ് വിചാരിച്ച് വരുന്നത് ഞായറാഴ്ചയാണ്, വളരെ തിരക്ക് പിടിച്ച ദിവസമാണ്, നിങ്ങൾ വരരുത്. ഇപ്പോൾ പറഞ്ഞതാ നിങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്, വന്നേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വന്നോളി. നമ്മളൊരാളെ അങ്ങനെ നിരാശപ്പെടുത്താൻ പറ്റുമോ? വന്ന് രാവിലെ കേട്ടത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താ അറിയുക, നിങ്ങൾ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യമാർക്കിടയിൽ അനുജൻ്റെ അടുക്കൽ നിന്നൊരു ചെറിയ അബദ്ധം സംഭവിച്ചു. ആ അബദ്ധത്തിൻ്റെ ദുരന്തം ഇന്നും അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങൾ പിന്നിട്ടിട്ടും മായ്ക്കാൻ പറ്റാത്ത ഒരു മാനക്കേടായി ജ്യേഷ്ഠൻ്റെ ഭാര്യയിൽ സംഭവിച്ചൊരു തെറ്റ്, അനുജനിൽ സംഭവിച്ച ഒരു തെറ്റ്. അൽ ഹമു അൽ മൗത്ത്, ഭർത്താവിൻ്റെ സഹോദരൻ മരണമാണ് എന്ന നബിവചനം മനസ്സിലേക്ക് വന്നു.
നല്ല പ്രായവും പക്വതയും 60ഉം 55ഒക്കെ വയസ്സുള്ള ആൾക്കാർ വന്നിട്ട് ആ കഥ പറയുമ്പോൾ അവിടെ കണ്ണ് നിറയാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഇസ്ലാം പറഞ്ഞത് വെറുതല്ല. വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വ്യഭിചരിക്കുന്നതിൻ്റെ പരിസരത്തേക്ക് പോകരുത് എന്നാണ്. പരിസരത്തേക്ക് പോകരുത്, നോക്കിപ്പോകരുത്, കണ്ടുപോകരുത്, അവിഹിതമായ ബന്ധങ്ങളുണ്ടാകരുത്, മെസ്സേജ് പോകരുത്, വിളി പോകരുത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. വളരെ മോശപ്പെട്ട പ്രവർത്തനമാണെന്ന്. അതിൻ്റെ ദുരന്തം പറഞ്ഞിട്ട് കാര്യം. ഞാൻ ആ വിഷയത്തിലേക്ക് വരും. ഒരുപക്ഷെ അവർ ഈ പ്രസംഗം കേട്ടാൽ ഓൾക്ക് മനസ്സിലായിക്കോളും, അതുകൊണ്ട് ഞാൻ പറയണില്ല. പക്ഷെ അത്ര ദുരന്തമാണ് ഇന്നത്തെ രാവിലെ. ഒരു ഫോൺ ഞങ്ങളോട് പറയാം. 4.5 വയസ്സായ കുട്ടി 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ അവനിങ്ങനെ അപസ്മാരം ഉണ്ടാവും. ഇപ്പം എന്തേ പ്രശ്നം? മുമ്പൊരിക്കൽ കുളിക്കാൻ വേണ്ടി പുഴയിൽ പോയപ്പോൾ അവൻ മുങ്ങി. കുറച്ച് കഴിഞ്ഞിട്ടാണ് കണ്ടത്. ആ മുങ്ങലിൽ അവൻ പേടിച്ചു പോയി. ആ പേടി ഇപ്പോൾ അപസ്മാരമായി ഇടക്കിടക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തൊക്കെ ഇപ്പം നിങ്ങൾ ചെയ്തു? അവർ ചെയ്യാത്തതൊന്നുമില്ല. അവസാനം ഏതെങ്കിലും വല്ല തങ്ങന്മാരത്തും മൂല്യന്മാരത്തും നമ്പൂരിമാരത്തും കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നൊരു തൗഹീദിൻ്റെ വെളിച്ചം വെച്ചിട്ട് അവിടെ പോകാൻ ഞങ്ങൾക്കൊരു പേടി. വേറെന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, മരുന്ന് തന്നെയാണ് പരിഹാരം. അതിന് പറ്റുന്നൊരു ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, 3 മാസം നമ്മൾ ചികിത്സിക്കാം, എന്നിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അവർ 4.5 വയസ്സായ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത് ഉപദേശിക്കാനാണ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു ദിവസമാണ് ഈ പറയണത്, എല്ലാ ദിവസവും അല്ല. എന്ന് പറഞ്ഞാൽ മക്കളാണ് പ്രശ്നം. വീട്ടിലെ ചർച്ചകളും വീട്ടിലെ സന്തോഷങ്ങളും എല്ലാം മക്കളെക്കുറിച്ചാണ്. കല്യാണം കഴിഞ്ഞ ഉമ്മമാരും ഉപ്പമാരും എല്ലാം ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ എന്ത് വർത്തമാനമാണ് വീട്ടിൽ വെച്ച് പറയുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ കണ്ടാൽ ചർച്ച ചെയ്യുന്നതിൻ്റെ വിഷയം എന്താണ്? മകളെക്കുറിച്ച്, മകനെക്കുറിച്ച്, ചെറിയ കുട്ടിയെക്കുറിച്ച്, രോഗമുള്ള 2ാമത്തെ കുട്ടിയെക്കുറിച്ച്, ആൺകുട്ടിയെക്കുറിച്ച്, പെൺകുട്ടിയെക്കുറിച്ച്, അവർ പഠിക്കുന്ന സ്കൂളിനെക്കുറിച്ച്, സ്കൂളിലെ ടീച്ചറെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച്, അയൽപക്കക്കാർ നമ്മുടെ മക്കളോട് പെരുമാറിയതിൻ്റെ തകരാറിനെക്കുറിച്ച്, നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ വിജയങ്ങളെക്കുറിച്ച്, സമ്മാനങ്ങളെക്കുറിച്ച്, അംഗീകാരങ്ങളെക്കുറിച്ച്, അവൻ പാടിയ പാട്ടിനെക്കുറിച്ച്, അവൻ പറഞ്ഞ കഥയെക്കുറിച്ച്, അവന് കിട്ടിയ സർട്ടിഫിക്കറ്റിനെ കുറിച്ച്, സമ്മാനത്തെക്കുറിച്ച്. അല്ലാതെ എന്താ സുഹൃത്തുക്കളെ പറയാനുള്ളത്? അതാണ് ജീവിതം. അതുകൊണ്ട് എന്താ അറിയുക, വലിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ മക്കളെ വളർത്തുന്ന ആളുകൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ വലിയ അപകടങ്ങൾ അവർക്ക് എന്ത് ചെയ്യുന്നറിയോ സംഭവിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടുത്തെ എല്ലാം ഞാൻ പറയണില്ല. നിങ്ങളെ മക്കളെ വളർത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട 2 ഖുർആനികമായ ആശയങ്ങൾ ഞാൻ ആദ്യം പറയാം. അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ഈ കഴിഞ്ഞൊരു ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പെൺകുട്ടി, അവൾ +2 പഠിക്കുകയാണ്. എന്ത് ചെയ്തിട്ടും വാപ്പാക്കും ഉമ്മാക്കും അവളെ ഒതുങ്ങി കിട്ടണില്ല. ഒരു പിടുത്തവും കിട്ടാത്ത രൂപത്തിൽ അത്രയും അധികം വൃത്തികെട്ട ഒരു ജീവിതമാണ് അവൾ നയിക്കുന്നത്. അവളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്തിട്ടും പറ്റണില്ല. അവസാനം ഒരു ദിവസം അവളുടെ ജ്യേഷ്ഠൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഉമ്മയോട് വളരെ മോശമായി പെരുമാറുന്ന രംഗമാണ് അവൻ കണ്ടത്. അവൻ്റെ ഉമ്മ കൂടിയാണല്ലോ. സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവൻ അവിടെ ഇട്ട് അടിച്ചു. അവളെ അടിച്ചടിച്ച് ചുണ്ട് പൊട്ടി, കവിള് പൊട്ടി. അവളെന്ത് ചെയ്തു? നിലത്ത് വീണു, ചോരയൊലിച്ചു, മുഖക്കാകെ ഷേപ്പ് മാറി. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ അവൾക്ക് ചെറിയൊരു മനംമാറ്റം ഉണ്ടായി. അതിൽ ചെറിയൊരു ഗൗരവം അവൾക്ക് മനസ്സിലായി. ഞാൻ ചെയ്യുന്നത് അത്ര നല്ലതല്ലെന്ന്. പക്ഷെ എന്താ സംഭവിച്ചത്? നിങ്ങൾ ആ ഉമ്മനോട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്തു? ഉമ്മ പറഞ്ഞു, എനിക്ക് സഹിക്കണ്ടേ. രാത്രി എൻ്റെ കടക്കയിലേക്ക് അവളെ വിളിച്ചു, അവളെ കെട്ടിപ്പിടിച്ച് കടന്ന് രാവിലെ വരെ ഞാൻ തലോടി ആശ്വസിപ്പിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ അടിൻ്റെ വില കളഞ്ഞു. ഞാൻ പറഞ്ഞു, 2 ദിവസങ്ങളൊന്ന് മനസ്സിൻ്റെ വേദന കൊണ്ടൊന്ന് സഹിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കൗൺസിലിങ്ങും വേണ്ട, ഓൾ അതോടെ നേരായി. അടി ഏതായാലും കിട്ടി, മുറി ഏതായാലും ആയി. അതിനൊരു ഗുണം കിട്ടാൻ വേണ്ടി നിങ്ങളൊരു 2 ദിവസം ഒന്ന് ക്ഷമിച്ച് നിന്നില്ലല്ലോ എന്ന് ഞാൻ സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, ഉസ്താദെ ഒരു ഉമ്മക്കത് പറ്റുമോ? അതാണ് ചോദിച്ചത്. ഒരു ഉമ്മക്കത് പറ്റുമോ? ഉമ്മക്കെങ്ങനെ അങ്ങനെ പറ്റും, വാപ്പയ്ക്കെങ്ങനെ അങ്ങനെ പറ്റും എന്ന് ചോദിച്ച് മക്കളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും നിലപാടുകൾക്കും ആഗ്രഹങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവരായി മാതാപിതാക്കൾ മാറിയാൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് എന്നും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. എന്നും ദുഃഖിക്കേണ്ടി വരും.
എനിക്ക് പറ്റില്ലെന്ന് പറയാൻ മക്കളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റേണ്ടി വരും. അത് വാപ്പിമ്മീ കുട്ടി അത് ചെയ്തേരൂല. എന്നോട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നീ ഈ 19 വയസ്സ് വരെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് പറ്റില്ല. ഈ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പറയേണ്ട ചില നിമിഷങ്ങൾ ഉണ്ടാവും. ഈ മനസ്സ് കുറച്ച് ആവശ്യമാണ് നമുക്ക്. വേണ്ടാത്തതിനൊക്കെ ദേഷ്യപ്പെട്ട് മക്കളെ തച്ച് കൊല്ലുന്ന ആൾക്കാർക്ക് ഗൗരവപരമായ സംഗതികളിൽ മക്കളോട് നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ വരും. നല്ല ചോന്ന 2 കുപ്പായൊക്കെ ഇട്ടിട്ട് നല്ല ചൊറുക്കിൽ വന്നിട്ട് പേരക്കുട്ടികളിരുന്ന് കളിക്കുമ്പോൾ ഗൗരവപരമായി മിമ്പറിൽ വെച്ചുകൊണ്ട് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേരക്കുട്ടികളെ കണ്ടപ്പോൾ സഹിച്ചില്ല. മെല്ലെ ഇറങ്ങി വന്നി ഒന്ന് തലോടി ഉമ്മ വെച്ച് രണ്ടാമത് കയറി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ പറയുക, പടച്ചോൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഗൗരവപരമായ മിമ്പറിൽ നിന്നും മക്കളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് സ്നേഹത്താൽ ഇറങ്ങി വന്ന ആ മനസ്സുണ്ടല്ലോ, അതെല്ലാം വാപ്പക്കുമ്മക്കുണ്ട്. വഅലമൂ അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് തിരിയണം, നിങ്ങൾ ശരിക്കും ബോധവാന്മാരാവണം. എന്തിനെക്കുറിച്ച്? അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സ്വത്തും നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു പരീക്ഷണമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വിശ്വാസം ഓതിയത് മക്കളെത്തെത്തുമ്പോൾ ചിലപ്പോൾ നമ്മളെ നിസ്കാരം സമയം തെറ്റും, നമ്മളെ സ്വഭാവം മാറും, ഹലാലല്ലാത്ത പല കാര്യങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കും, അവരാഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കും. ഞാൻ നോക്കും, നിങ്ങൾ അധികമൊന്നും ഞാൻ പറയണില്ല. ഈ 10ാം ക്ലാസ്സിലൊക്കെ A+ കിട്ടി, +2ലൊക്കെ A+ കിട്ടിയ കുട്ടികളുണ്ട്. അപ്പോൾ ആ കുട്ടി പറയണം, അമ്മ എനിക്ക് എന്ത് ചെയ്യണം, ഡൽഹി പോയി പഠിക്കണം. ആരെ പറഞ്ഞൊന്നാണ്, എൻ്റെ ഒപ്പമുള്ളവർ ആരെങ്കിലും ഡൽഹി പോയി പഠിക്കണ്ടോ? ഇല്ല, എനിക്കവിടെ പോയി പഠിക്കണം. അപ്പോൾ എവിടുന്നേ പറഞ്ഞു? അതൊരു ദിവസം ഇംഗ്ലീഷിലെ മാഷ് ക്ലാസ് എടുത്തപ്പോൾ അയാൾ അവിടെ പഠിച്ചതെന്നാണ്. അയാളെ ഇംഗ്ലീഷിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ത് ഗംഭീരമാണ്. ഇപ്പം എനിക്ക് അവിടെ പോയി പഠിക്കാം. ഡൽഹിയിലെ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണതിൽ ഒരു തെറ്റില്ല. പക്ഷെ എന്താ അറിയാം സഹോദരങ്ങളെ, 18-19 വയസ്സായ ഒരു പെൺകുട്ടിനെ ഞമ്മക്കൊരു കണ്ണെത്താത്ത കാതെത്താത്ത ദൂരത്ത് കൊണ്ടുപോയി ആക്കി അവിടെ സുരക്ഷിതമായ ഒരു സംവിധാനം അതിനില്ലെങ്കിൽ എന്താ അറിയോ, പിന്നെ നമുക്ക് അവളെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാകും. അപ്പം നമുക്ക് ഇഷ്ടമുണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മളെ മകൾ നരകത്തിലേക്ക് പോകരുത്, അവളുടെ ജീവിതം വഴിതെറ്റിപ്പോകരുത്, അവൾക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത്. അങ്ങനത്തെ ചില നിമിഷങ്ങളിൽ ചില നിലപാടുകൾ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് തടസ്സമാണ്. ഞാൻ ഉമ്മരെ കുറ്റം പറയല്ല കേട്ടോ. വാപ്പാരെ സംബന്ധിച്ചിടത്തോളം മക്കളെ നോക്കുന്നിടത്തൊരു വലിയ ഇതൊന്നുമില്ല. സാധാരണഗതിയിൽ അതിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു വകുപ്പേ വാപ്പാരെ നിർവഹിക്കുന്നുള്ളൂ. ഈ കുട്ടികളെ ഫുൾ ടെൻഷൻ, ഫുൾ കാര്യം ഉമ്മാരാണ് ഏൽക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, ഇനി രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്കെന്ത് ടെൻഷനാണുള്ളത്? ഒരു ടെൻഷനും ഇല്ലല്ലോ. എന്നാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ഭാര്യൻ്റെ ടെൻഷൻ അയച്ചൊക്കെ നിങ്ങൾ ഇന്നെ രാവിലെ വിളിക്കണം, സുബൈക്ക് പള്ളിയിൽ പോകാൻ വിളിക്കണം. അതവളിങ്ങനെ ആലോചിക്കണം, ഇപ്പോൾ പള്ളിയിൽ പോകാൻ ഉണർന്നില്ലെങ്കിൽ എന്തേ വിളിക്കാമെന്നാണ് നമ്മൾ ചോദിക്കുക. അങ്ങനെ ചോദിക്കുള്ളൂ, എന്താ കാട്ടുക? ഞാൻ ആലോചിക്കും, ഞാൻ എന്തേ ഇപ്പോൾ നീക്കാറെന്ന് ഞാൻ ആലോചിക്കില്ലല്ലോ, ഇത് വിളിക്കാറെന്നേ ചോദിക്കുള്ളൂ. പിന്നെ അടുത്ത എന്താണ്, പടച്ചോനെ 8 മണിക്ക് പോകണം ഒന്നാമത്തെ കുട്ടിക്ക്. 8 മണിക്ക് പോകുമ്പോൾ എന്ത് വേണമെന്ന് പറയുന്നത്, രാത്രി വരെ അവൾക്ക് കഴിക്കാനുള്ള മുഴുവൻ ഭക്ഷണവും ഉണ്ടാക്കിയാൽ പോരാ, അതാ കവറിലിട്ട് ചോറ്റുപാത്രത്തിലാക്കി കൊടുത്ത് പറഞ്ഞയക്കണം, ഡ്രസ്സ് മാറ്റി കുളിപ്പിച്ച് പറഞ്ഞയക്കണം ഓരോ കുട്ടിനെയും. ഇതൊക്കെ മനസ്സിൽ ഓർത്ത് വേണം ഒരു ഉമ്മക്ക് ഉറങ്ങാൻ. വാപ്പക്ക് എന്താണുള്ള ഒന്നുമില്ല. ഈ ടെൻഷൻ മുഴുവനും വഹിച്ച് കുട്ടികളെ വളർത്തുന്ന ഉമ്മമാർ പലപ്പോഴും എന്താണെന്നറിയോ, കുറച്ച് മക്കളെ സൈഡ് നിൽക്കും. ഞാനതിനെ എതിര് പറയല്ല, മനസ്സിൻ്റെ ഇഷ്ടം കൊണ്ടായിരിക്കാം. പക്ഷെ നമ്മളെന്താ, അവരനുകൂലിച്ച് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അനുകൂലിക്കുന്നത് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറുമ്പോൾ വാപ്പ പറഞ്ഞു, അങ്ങനെ വലിയ ടൈറ്റ് ആയതൊന്നും എടുക്കല്ല, ഓൾ വലുതായി വരില്ല, ഇപ്പോൾ 15 വയസ്സായിരുന്നു, ഇപ്പോൾ 16 വയസ്സായിരുന്നു. അപ്പോൾ ഉമ്മ സൈഡെടുക്കുന്നിട്ട് പറയും, കുട്ടികളല്ലേ എന്ന്. ഇപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനത്തെ ഡ്രസ്സായിട്ടുണ്ട്. പിന്നെ അവളങ്ങനെ നിർബന്ധിച്ചിട്ട് നിങ്ങളെന്താ ഓർത്ത് ഇഷ്ടമൊക്കെ അതാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ ഏതാ പറയണത്. ആ പറയുന്ന വാക്കിൻ്റെ ഗൗരവം ആർക്ക് മനസ്സിലാവില്ല, നിങ്ങൾ ആർക്കും മനസ്സിലാവും, ഉമ്മക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഉമ്മ നോക്കണത് ഖുറാനുക്കോ ഹദീസുക്കോ ഒന്നല്ല, അവളെ മുഖത്തേക്കാണ് നോക്കണത്, മകളെ മുഖത്തേക്കാണ് നോക്കണത്. വേണ്ടാന്ന് പറഞ്ഞാൽ ആ മുഖത്ത് രൂപപ്പെട്ടു വരുന്ന ദുഃഖവും വിഷാദവും മുലകുടിക്കുന്ന കാലം മുതൽ ആ മുഖം കണ്ട ഉമ്മക്ക് സഹിക്കാൻ കഴിയാതെ വരും. പക്ഷെ കുറച്ച് നമ്മൾ ചിന്തിക്കണം, ഇതിൻ്റെ കുട്ടിക്ക് അപകടം പറ്റുമോ എന്ന് ചിന്തിക്കണം. ഏതുപോലെ നിങ്ങൾ റോട്ട് വക്കത്ത് താമസിക്കുന്ന വീട്ടുകാർക്കറിയാം, 4 വയസ്സുകാരനായ ആ കുട്ടി ഗേറ്റ് കുറ്റിട്ട് പൂട്ടി കല്ല് വെച്ച് അടച്ചാലും അവനത് തുറന്നു പോവും.
അപ്പോൾ വല്ലാതെ തുറന്നു പോകുമ്പോൾ വലിയ ഇഷ്ടമുള്ള അമ്മ പറയാം, ഇന്ന് ഞായറാഴ്ചയിൽ ഇന്ന് ഓനാണ് തുറന്ന് പോയിക്കോട്ടെ, നാഷണൽ ഹൈവേക്ക് തുറന്നാണ് പോയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ എന്താ ഉണ്ടാകുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അതാകുമ്പോൾ തുറന്ന് പോകാൻ പറ്റാത്തടത്തേക്ക് തുറന്ന് പറഞ്ഞേക്കാൻ പറ്റൂല. അത് സുരക്ഷിതത്തിൻ്റെ ഭാഗമാണ്. ഒന്നതാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ നമ്മുടെ കുട്ടികളോട് ചില തീരുമാനങ്ങൾ പഠനത്തിലാവട്ടെ, അവരുടെ ഡ്രസ്സിലാവട്ടെ, അവരുടെ എന്ത് കാര്യത്തിൽ തീരുമാനിക്കുമ്പോഴും ആ കുട്ടിക്ക് ദുനിയാവിലും ആഖിറത്തിലും ദോഷം വരുന്നൊരു കാര്യമാണെങ്കിൽ പറ്റില്ലെന്ന് പറയാനും ചെയ്യില്ലെന്ന് പറയാനും ആ മുഖത്തെ കണ്ണീരുകളോ ദുഃഖങ്ങളോ വേദനകളോ ഒരു തെറ്റായ അപകടപരമായ ഒരു കാര്യം അനുവദിക്കാൻ ഒരു ഉമ്മയെയും ഒരു വാപ്പയെയും പ്രേരിപ്പിച്ചുകൂടാ. ഇതൊരു അടിസ്ഥാന തത്വമാണ്, നിങ്ങൾ കൈവിടാൻ പാടില്ലാത്ത തത്വം. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും, നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളുമൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബി അംരി, നിങ്ങൾ കാത്തിരുന്നു അല്ലാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നത്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ ബന്ധുക്കൾ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളെ നഷ്ടം ഭയപ്പെടുന്ന കച്ചവടങ്ങളൊന്നും നാളെ നരകത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നൊരു കാര്യം സ്വീകരിക്കുവാൻ, സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാൻ നിങ്ങൾക്ക് പ്രേരണയാവാൻ പാടില്ല. നിങ്ങൾക്കിഷ്ടം അല്ലാഹുവോടാവണം, നിങ്ങൾക്കിഷ്ടം അല്ലാഹുവിൻ്റെ ദൂതരോടാവണം. ഇതെല്ലാവരോടുള്ള കൽപ്പനയാണ്. രണ്ടാമത്തൊരു കാര്യം എന്താ അറിയുമോ, ആളുകളുടെ ഒരു അവസ്ഥ, അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വേണം. കുട്ടികളുടെ കാര്യം പറയുന്നു. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ചില ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവും എപ്പോഴാന്ന് വെച്ചാൽ ദുനിയാവിൽ ഒരു കാര്യസാധ്യം നടക്കുമ്പോൾ മാത്രം, ദുനിയാവിലൊരു സംഗതി കിട്ടുമ്പോൾ മാത്രം സന്തോഷം. ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ലാതെ ഒരാഗ്രഹങ്ങളുമില്ല, ഒരു പേടിയില്ല. ദുനിയാവിൽ എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള പേടി, ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ചിന്ത. സുഹൃത്തുക്കളെ, ഇത് ഒരു അവിശ്വാസിയുടെ ചിന്തയാണ്. ദുനിയാവിൽ കിട്ടുന്നത് ഒരു വിശ്വാസിക്ക് ആഗ്രഹിക്കാനൊക്കെ പറ്റും, അതിനൊന്നും തെറ്റില്ല. പക്ഷെ എന്താ, പരലോകത്തെ മാറ്റി നിർത്തി ഈ ദുനിയാവിലെ നേട്ടക്കോട്ടങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുക എന്നുള്ളത് ഇസ്ലാമിലെ തെറ്റാണ്. നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പരലോകം. നമ്മുടെ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി കാണേണ്ട തരങ്ങൾ അവരുടെ പരലോകം തന്നെയാണ്. നോക്ക്, നിങ്ങൾ വളരെ ക്ലിയർ ആണ് വിശുദ്ധ ഖുർആന്റെ ആയത്ത്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ എന്ന് പറഞ്ഞാ പരലോകത്ത് ചെല്ലണമല്ലോ, പടച്ചോൻ്റെ അടുത്ത് എത്തണമല്ലോ, എൻ്റെ കർമ്മ പ്രവർത്തനങ്ങൾക്കൊരു വിചാരണയുണ്ടല്ലോ എന്ന് മറന്നുപോയവർ, അത് ബോധ്യമില്ലാത്ത ആൾക്കാർ, ഓർമ്മയില്ലാത്ത ആൾക്കാർ. സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉറപ്പാണ് പരലോകം ഉറപ്പാണ്. എപ്പോഴാണ്ട് എത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ പറയും, എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇന്നിതാ ഇപ്പം 5 മണിക്ക് ഓപ്പൺ ചെയ്തപ്പോൾ വാട്സപ്പിൽ കാണുന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിതാവ് മരണപ്പെട്ട് കിടക്കുകയാണ്, ഇപ്പോൾ മറവ് ചെയ്തിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. ആലോചിച്ചൊക്കെ നിങ്ങൾ നമ്മളെ ഫൈസൽ മൗലിൻ്റെ വാപ്പ ചില ഏതാണ് എന്തെങ്കിലും ഒരു ന്യൂസ് നമ്മൾ കാണും, വാപ്പ മരിച്ചത്, ഉമ്മ മരിച്ചത്, ജ്യേഷ്ഠം മരിച്ചത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, ഏത് സെക്കൻഡിലും ഇവിടുന്ന് ഇറങ്ങാം. അത് വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ, നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. തുമ്മ ഖലാ അജലും മുസമ്മ, എന്നിട്ടൊരു കൃത്യമായൊരു അവധി അള്ളാഹു നിശ്ചയിച്ചു. അപ്പോൾ ഗർഭപാത്രത്തിലൊരു അവധി ഉണ്ട്, അത് വളരെ കൃത്യമാണ്. ആ അവധി എത്തുമ്പോൾ പുറത്തേക്ക് വരും. ഇവിടുത്തെ അവധിയും കൃത്യമാണ്. 65 വയസ്സെങ്കിൽ 65 വയസ്സ്, 45 വയസ്സ്, അതാണ്ട് എത്തിയാൽ അതുവരെ ഇങ്ങനെ വളരും, യുവാവാകും, വൃദ്ധനാകും, മുടി നിരക്കും, തല നിരക്കും, അസുഖം വരും, മുട്ടുവേദന വരും, അങ്ങനെ മരിക്കും. അതിന് അടുത്ത പരിപാടി. അത് കഴിഞ്ഞാൽ അവധിയുണ്ട്, പിന്നെ ഒരു അവധിയുണ്ട്. ആ അവധിയാണ് പരലോകത്തെ കാര്യം. അത് അതേമാതിരി സംഭവിക്കും. അപ്പോൾ ഇതിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ അവിടെ ചെന്നാൽ സ്വർഗവും നരകമൊക്കെ നമ്മൾ കാണും, യാതൊരു സംശയ കാര്യത്തിൽ. അതുകൊണ്ട് തരൂ, കുട്ടികളെ വളർത്തും പടച്ചോനെ, ഈ കുട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ട് എൻ്റെ പരലോകവും ഇവളെ പരലോകവും ഇവൻ്റെ പരലോകവും പോണൊരവസ്ഥ ഉണ്ടാവരുത്. ഭാവിയിൽ എൻ്റെ കുട്ടി ഒരു തെറ്റായ രൂപത്തിൽ ജീവിക്കാനുള്ള കാരണം
എൻ്റെ ഉമ്മയാണ് എൻ്റെ വാപ്പയാണ് നിന്നെപ്പറ്റി പറയരുത്. ഓൻ എവിടെ എത്തിയില്ലെങ്കിലും വേണ്ടിയില്ല, ഒന്നും ആയില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ വാപ്പാനെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയത്, എൻ്റെ ഉമ്മാനെ കൊണ്ടാന്ന് എന്ത് ചെയ്യരുത്, ഒരിക്കലും പറയരുത്. ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിയോട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. മനസ്സിലായി? അവൻ്റെ സുഹൃത്തിനോട് പറഞ്ഞെന്താ വെച്ചാൽ, ഇന്നോടിപ്പോൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശമൊക്കെ തന്നില്ലെങ്കിൽ ഞാനാണ് മരിച്ചു പോകും. എൻ്റെ മനസ്സിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കിങ്ങോട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പം ഞാനിവനെ വിളിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ എന്താ അറിയങ്ങൾ, അവൻ്റെ വീട്ടിൻ്റെ സാഹചര്യം. അപ്പം ഞാൻ ആ പയ്യനോട് സംസാരിച്ചപ്പോൾ അവൻ്റെ ജീവിത ദുരന്തത്തിൻ്റെ കാരണം ആരാന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ്. നമ്മൾ നാളെ പരലോകത്ത് നമ്മൾ കുട്ടികൾ പറയുകയാണ് എൻ്റെ വാപ്പനെ കൊണ്ട് എൻ്റെ ഉമ്മനെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുന്നത്. നമ്മളത് ഗൗരവത്തോടെ ചിന്തിക്കണം, കാരണം പരലോകത്തിൽ വിഷയമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവൻ്റെ വീട്ടിൽ വിരുന്ന് വന്ന അവൻ്റെ ഒരു അമ്മാവൻ്റെ മകൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണിച്ചു കൊടുത്ത അശ്ലീല വീഡിയോകൾ അന്ന് മുതൽ 24ാമത്തെ വയസ്സ് വരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. അതിൻ്റെ ദുരന്തത്തിലാണ്, അതിൻ്റെ ആഴവും അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഒരു പക്ഷേ എനിക്ക് നിങ്ങൾക്കിടോടെ ഈ മൈക്കിലൂടെ പറയാൻ പറ്റാത്ത വിധം മാരകമാണ്. അത്രയധികം ട്രാജഡികൾ, ദുരന്തങ്ങൾ ആ കാഴ്ച അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കണത്, ഏതെങ്കിലും വാപ്പക്കുമ്പൊക്കെ അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റും? അവൻ്റെ ബാത്റൂമിൽ വെച്ച് ബെഡ്റൂമിൽ വെച്ചുകൊണ്ട് വർഷങ്ങളായി കാണുന്ന ഒരു സംഗതി എങ്ങനെ വാപ്പാക്കുമ്പൊക്കെ അറിയാൻ പറ്റുക? അറിയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇതിനെങ്ങനെ വാപ്പയമ്മി ഉത്തരവാദിയാവണു? സുഹൃത്തുക്കളെ, വാപ്പയമ്മി ഉത്തരവാദിയാവണത് എങ്ങനെയാണ് അറിയുങ്ങൾ? ഇവൻ ഈ അശ്ലീലങ്ങളിൽ സമാധാനം കണ്ടെത്താനുള്ള കാരണം എന്താണെന്ന് അറിയുങ്ങൾ? ഓൻ്റെ വാപ്പയമ്മയും വീട്ടിൽ ഒന്നിച്ച് കണ്ടാൽ കലാപമാണ്. ആ കലാപത്തിൽ ഒരു പെൺകുട്ടി മാനസിക രോഗിയായി, ഇവൻ വഴിതെറ്റി അശ്ലീലങ്ങളുടെ അഡിക്റ്റായി. വെറുതെ സംഭവിച്ചതല്ല തോന്നുന്നു. ഞാൻ പറഞ്ഞത്, നമ്മൾ വെക്കാണെ നിൽക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ സമരം ചെയ്യുമ്പോൾ, മക്കളിൽ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുമ്പോൾ, മാറത്ത് പിടിക്കുമ്പോൾ, മുഖത്തടിക്കുമ്പോൾ തൻ്റെ പിഞ്ചുമക്കളിൽ എന്തു സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ കുറവാണ്. ഞാൻ പറഞ്ഞു, ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടികളുടെ മനസ്സമാധാനം ഓർത്ത് നിങ്ങൾ പിരിഞ്ഞോളി. എന്നാലും ആ കുട്ടികൾക്ക് അത്ര ദുരന്തം ഉണ്ടാവില്ല. ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു സഹിച്ചില്ലെങ്കിലും പരസ്പരം മക്കളുടെ മുപ്പിൽ വെച്ചുകൊണ്ടൊരു വഴക്കുണ്ടാവുന്നതിനെ നിയന്ത്രിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റണം. അതിൻ്റെ ദുരന്തം ചെറുതല്ല. ഞാൻ ചോദിക്കണേ, എന്തിനാണ് സുഹൃത്തുക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം പങ്കുവെച്ച് ജീവിക്കുന്ന, ഒന്നിച്ചുറങ്ങുന്ന, പരസ്പരം ഭക്ഷണവും സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർ എന്തിനാണ് ഈ കലാപവും പരസ്പരം അക്രമവും ചെറിയ ഒരു ഈഗോയുടെ പേരിൽ, എന്തെങ്കിലും ചെറിയ ചില ധാരണ പ്രശ്നത്തിൻ്റെ പേരിൽ വെറുതെ ഉണ്ടാക്കുക? ഞാൻ പറയും, ഒരു പ്രശ്നമല്ല. ഒരു ഭാര്യ നല്ല ഭാര്യയാവാൻ എന്തേ ആവശ്യമുള്ളവരെങ്ങൾ? ദീനിനെക്കുറിച്ചുള്ളൊരു ബോധം. അതെന്താ ദീനിൻ്റെ ബോധം? അധികമൊന്നും ബോധം വേണ്ട. ഈ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കേണ്ട, ഏറ്റവും അധികം ആദരിക്കേണ്ട, ഏറ്റവും അധികം കടമ നിർവഹിക്കേണ്ട ഒരാൾ എൻ്റെ ഭർത്താവാണ്. എൻ്റെ ഉമ്മയോടില്ലാത്ത, എൻ്റെ വാപ്പയോടില്ലാത്ത ഒരു കടമ എനിക്ക് ഇയാളോട് നിർവഹിക്കുവാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നേരം പുലർന്ന് ഇന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞ അനുസരണയില്ലാത്ത വാക്കുകൾ, അയാളോട് ഞാൻ കാണിച്ച അനുസരണക്കേടുകൾ, വാശികൾ, കലാപങ്ങൾ എല്ലാം എൻ്റെ റിക്കാർഡിൽ പ്രവർത്തിക്കുന്നതെല്ലാം എഴുതി വെക്കുന്ന മലക്കുകൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. നാളെ അതൊരു തെറ്റായി എൻ്റെ മേലിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് മനസ്സിലാക്കണം. അത് ചെറിയ കാര്യമല്ല, അത് തെറ്റന്നെയാണ്. എന്തൊക്കെ ന്യായങ്ങളും എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അയാളെ ബഹുമാനിക്കേണ്ടതുണ്ട്, വർത്തമാനത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്, ആദരവോടെ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കും, ഇയാളെ എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ച് മുണ്ടാതെ നിൽക്കാൻ പറ്റും? എന്നാൽ മുണ്ടിക്കോളി, എന്തെങ്കിലും കാര്യം കിട്ടിയോ? 10 കൊല്ലം 20 കൊല്ലം ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് എന്തേലും ഉണ്ടായോ? അതൊരു പരിഹാരമാണെങ്കിൽ ചെയ്തോളൂ. ഭർത്താവ് പറയുന്നതിനെല്ലാം മറുപടി പറഞ്ഞ് തർക്കിച്ച് വീട്ടിൽ മക്കൾക്കിടയിൽ കലാപം ഉണ്ടാക്കി അന്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കടന്നുറങ്ങിയിട്ട് ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചിട്ട് പരിഹരിച്ചോ? പരിഹരിച്ചിട്ടില്ല. ഒന്നും മുണ്ടാതെ നോക്കും നിങ്ങൾ. ഇതെൻ്റെ ഒരു അടവാണ്, മുണ്ടാങ്ങനെ നിൽക്കും, എന്ത് പറഞ്ഞാലും
ഒന്നിനും മറുപടി ഉണ്ടാവില്ല. എന്നിട്ട് നീ വിചാരിച്ച മാതിരി ചെയ്യും. അപ്പം എന്താ നിങ്ങൾ നമ്മളൊന്നും പറയാത്തതുകൊണ്ട് മൂപ്പർക്ക് സഹിക്കണില്ല. കുറച്ചു നേരമൊക്കെ അങ്ങനെ പറഞ്ഞു നോക്കും. പിന്നെ ഒന്നും മുണ്ടണില്ലെങ്കിൽ എന്ത് ചെയ്യും? അയാൾ സംസാരം നിർത്തും. എത്ര പെട്ടെന്ന് സംസാരം നിർത്തണോ രണ്ടിലൊരാൾ മിണ്ടാതിരിക്കലേ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യും? കൂലിട്ടും, കേട്ടീനൊക്കെ കൂലിട്ടും, സഹിച്ചീനൊക്കെ കൂലി കിട്ടും. നമ്മളെ മക്കൾ നല്ലവരായി വളരും. ഭർത്താക്കന്മാർ നന്നാവാൻ ഒരു പണിയില്ല. എന്താ അറിയോ? ഇവർക്ക് ഈ പെണ്ണുങ്ങളെ വില അറിയില്ല. ആ മാത്രം പ്രശ്നം. തന്നെ സേവിച്ച് ജീവിക്കുന്ന ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഭാര്യയുടെ വില അറിയില്ല. ആ വില അറിയാത്ത പ്രശ്നം മാത്രമാണ്. വായിച്ചപ്പോൾ എനിക്കെന്നെ പഴയ ഒരു കഥാകാരിയാണ്. അവിടെ കഥ വായിച്ചപ്പോൾ തന്നെ നമ്മളെ കണ്ണ് നനഞ്ഞു. ഒരു ഭാവനയാകാം. എന്താ പറയുക, പെട്ടെന്നാണ് വീട്ടമ്മ മരിച്ചിട്ട് മറവ് ചെയ്ത് അതിൻ്റെ എല്ലാ സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വാപ്പയും മക്കളും അച്ഛനും മക്കളും തിരിച്ചു വരികയാണ്. അച്ഛനും മക്കളും തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അവരിങ്ങനെ ചിന്തിക്കണം, ഇന്നിപ്പം ഇനി ഉച്ചയ്ക്ക് ഇവിടുന്ന ഭക്ഷണം. അപ്പോഴാണ് വീട്ടിലെ അമ്മയുടെ സാന്നിധ്യം. പക്ഷെ എന്താ നിങ്ങൾ വീട്ടിൽ പോയി അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഇതുവരെ അടുക്കള കയറാത്ത അച്ഛൻ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ എന്താ അറിയോ, സാധാരണ വെക്കുന്ന ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഭർത്താവിനും മക്കൾക്കും എന്താണോ ഭക്ഷണം, ആ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ മരിക്കുന്നതിന് മുമ്പ്. മനസ്സിലെ? അതിങ്ങനെ മുന്നിൽ തീന്മേശയിൽ വെച്ചിട്ട് മക്കളും വാപ്പയും ഇങ്ങനെ അച്ഛനും ഇങ്ങനെ കരയാണെന്ത്. ഇതുവരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അമ്മയുടെ വില ഞാൻ പലപ്പോഴും പറയും. ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി കേട്ടോ, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ് ഭർത്താവ്. പക്ഷെ ഇവൻ വെറുതെ ഇവിടെ പീഡിപ്പിക്കും. അത് പുതിയ കല്യാണക്കാരായ ചെറുപ്പക്കാരുടെ ഒരു വെറുതെ പറഞ്ഞ് ഇവിടെ കരയിപ്പിക്കുക. അപ്പോഴേക്കൊരു സന്തോഷം. എന്ത് ചെറിയ കാരണം ഉണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇടങ്ങേറാക്കുക, അവളിങ്ങനെ കരയാം. അപ്പോൾ ഇങ്ങനെ വലിയൊരു അധികാരഭാവവും സന്തോഷമാണ്. വല്ലാതെ ഇങ്ങനെ സ്വയം കെടുത്തി ഇവളെന്ത് ചെയ്തു വരും ഇവളെന്ത് ചെയ്തു? ഇവൾക്ക് വല്ലാത്തൊരു കുട്ടിയാണ്. എനിക്ക് അവളോട് ഞാൻ പറഞ്ഞു, പൊന്നു മോളെ, നിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരം ലോകത്ത് നീ ചെയ്തത് തന്നെയാണ്, വേറൊരു പരിഹാരമല്ല. ഇവളെന്താ ഉള്ള കുട്ടിനെ അവിടെ ഇട്ടിട്ട് ഓളൊരു 10 ഉറുപ്പിക എടുത്തിട്ട് ബസ്സാണ് കയറി വീട്ടിക്ക് ബസ്സാണ് കയറി. കുട്ടിനെയും കൊണ്ടുപോയില്ല. സാധാരണ പോകുമ്പോൾ കുട്ടിനെ കൊണ്ടുപോയില്ല, കുട്ടിനെയും കൊണ്ടുപോയില്ല, ആണ് കയറി. എന്താ വീട്ടുകാരും എല്ലാവരും ചോദിക്കും, പറയും, അന്വേഷണം ഒക്കെ ആയി. അവൾ പറഞ്ഞു ഒന്നുമില്ല, ചെറിയൊരു നഴ്സറി ട്രെയിനിങ്ങിന് പോയി അവിടുന്ന് ഒരു നഴ്സറി സ്കൂൾ പഠിപ്പിച്ച് ഒരു 5000 ഉറുപ്പിയും വാങ്ങിയിട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടി നിങ്ങളതാണല്ലോ, നിങ്ങൾ നോയിക്കോളി, പ്രശ്നമൊന്നുമില്ല. ആണ്ട് പോയി. അവളെ തിരിച്ചു കൊണ്ടുവന്ന് കിട്ടാൻ അവൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട്. 10 ദിവസം കൊണ്ട് അവൻ അവളെ വില മനസ്സിലായി. 2 കൊല്ലം കൊണ്ട് മനസ്സിലാവാത്തത് 10 ദിവസം കൊണ്ട് മനസ്സിലായി. ഒരു കൗൺസിലിങ്ങും വേണ്ട, ഒന്നും വേണ്ട. കാല് പിടിച്ച് മധ്യസ്ഥന്മാരെ കണ്ട് പറഞ്ഞു, ഈ 2 കൊല്ലത്തിലിടയ്ക്ക് അവൾക്ക് എന്നിൽ നിന്നുണ്ടായ അനുഭവത്തിന് തത്തുല്യമായ ഒരനുഭവം എന്നെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അന്ന് അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ ഞാൻ സമ്മതം കൊടുക്കുന്നു. അവൾക്ക് പുതിയൊരു ഭർത്താവുമൊത്ത് ജീവിക്കുവാൻ ത്വലാക്ക് ഞാൻ എന്ത് ചെയ്യും, എഴുതി റെക്കോർഡാക്കി കൊടുക്കും എന്ന കരാറിൽ തിരിച്ചു കൊണ്ടുവന്നു. ഏത് 2 കൊല്ലം അവളെ ബുദ്ധിമുട്ടിച്ചവന് ഇപ്പോൾ ഒരു പ്രശ്നമല്ല. എന്താ പെരുമാറ്റം, എന്താ ഉഷാറ്, ഒരു പ്രശ്നം. അതിൻ്റെ അർത്ഥം ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇറങ്ങിപ്പോകേണ്ടതാണ് എന്ന് സഹോദരിമാരെ മനസ്സിലാക്കരുത്. ഓക്കെ, ഇറങ്ങിപ്പോകാൻ പറ്റിയത് എന്തുകൊണ്ടാണ് അറിയുങ്ങൾ? അവളെ പേരിൽ 2 കൊല്ലത്തിനിടയ്ക്ക് ഒരു ചെറിയ ചാർജ് ഷീറ്റ് പോലും പറയാൻ അവനില്ല. എൻ്റെ കുറ്റം എന്താ വെച്ചാൽ പറയും. നിങ്ങളുടെ വീട് മുഴുവനും തൂത്തുവാരി നിന്റെ വാപ്പനെയും ഉമ്മനെയും പൊന്നുപോലെ നോക്കി, ഉമ്മനോട് നീ പറയുന്നത് പോലെ, എൻ്റെ ഭർത്താവായ നിങ്ങൾ പറയുന്നത് പോലെ അനുസരണക്കേടിൻ്റെ ഒരു വർത്തമാനം നിന്റെ ഉമ്മയോട് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു, പക്ഷെ സ്വൈരത്തോടെ ഒരു രാത്രി ഉറങ്ങാൻ എന്നെ സമ്മതിച്ചോ എന്നവൾ ചോദിക്കുമ്പോൾ അതിൽ സത്യമുണ്ടായിരുന്നു. അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് അത് പറ്റും, എല്ലാവർക്കും അത് പറ്റൂല. അതിൻ്റെ ചികിത്സ അതാണ്. അപ്പോൾ അതൊരു വില മനസ്സിലാക്കുക. ഞാൻ പുരുഷന്മാരുടെ പെണ്ണുങ്ങൾ വില മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ചെയ്യുന്ന, മക്കൾക്ക് ചെയ്യുന്ന, വീടിന് ചെയ്യുന്ന, നിങ്ങളുടെ ജീവിത സമാധാനത്തിന് തരുന്ന, നിങ്ങളുടെ ഭാവി പ്രതീക്ഷയ്ക്ക് നൽകുന്ന, നിങ്ങളുടെ രോഗങ്ങളിലും വിഷമങ്ങളിലും നിങ്ങൾക്ക് സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒരു ഭാര്യയുടെ സേവനം ഒരു 100 സേവകന്മാരും വേലക്കാരും ഒന്നിച്ച് വീട്ടിൽ അപ്പോയിൻമെൻ്റ് ചെയ്താലും ഒരു ദിവസം അവർക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഭാര്യ ചെയ്യണത്.
ഈ ഒരു ബോധമുണ്ടെങ്കിൽ അവളെ സംരക്ഷിക്കുന്നതിനപ്പുറം എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ലെന്ന് ഒരു ഭർത്താവിന് മനസ്സിലാവും. അങ്ങനത്തെ ആൾക്കാർ തമ്മിൽ എന്ത് കലാപം ഉണ്ടാവുക? ഇവിടെ സഹോദരിമാരെ, നമ്മുടെ കുട്ടികൾ നന്നാവണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ തമ്മിൽ സ്നേഹപരമായ, വളരെ സന്തോഷകരമായ, ആഹ്ലാദകരമായ ഒരു പാർക്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് സന്തോഷം തീർക്കാൻ വേണ്ടി ഒരു പാർക്കിൽ വിവാഹപ്പിറ്റേന്നെത്തിയാൽ, ഒരു ടൂറിൽ നിങ്ങൾ വിവാഹപ്പിറ്റേന്നെത്തിയാൽ എങ്ങനെയാകുമോ ഭാര്യയും ഭർത്താവും, അതുപോലെ മരണത്തിൻ്റെ 80ാമത്തെ വയസ്സിലും രോഗക്കിടക്കയിലും നിങ്ങൾക്കാവാൻ പറ്റുമെങ്കിൽ ആ തണലിലും ആ സന്തോഷത്തിൻ്റെ പ്രകാശവും കണ്ടു വളരുന്ന മക്കൾ ഉന്മേഷവാന്മാരായിരിക്കും, സന്തോഷവാന്മാരായിരിക്കും, ബുദ്ധിമാന്മാരായിരിക്കും, ദീനുള്ളവരായിരിക്കും, അശ്ലീലങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അവർ മുക്തരായിരിക്കും. അതാണ് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാനുള്ള കാരണം. അതാണ് നമ്മൾ നല്ലൊരു ജീവിതം നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? കാണിച്ചു കൊടുക്കണം. മക്കളെ പ്രശ്നങ്ങൾ പറയുമ്പോൾ കുറേ പറയാനുണ്ട്. പെട്ടെന്ന് ഓർമ്മ വന്നതും നിങ്ങളിൽ പറയാതെ വിട്ടുപോകാൻ പറ്റാത്തതുമായ ഒരു കാര്യം ഞാൻ പറയാം. ഒന്നാമത്തത്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് മക്കളെ പറ്റിയുള്ള ബേജാറ്. ഇന്നത്തെ പുതിയ കാലമനുസരിച്ച് മക്കളെക്കുറിച്ചും ഒക്കെ ഭയങ്കര ബേജാറാണ് ആൾക്കാർക്ക്. എന്താ എൻ്റെ മോനാകുക, എന്താ എൻ്റെ മോളാകുക, ഇടയ്ക്കുള്ള ബാഗൊന്ന് പോയി നോക്കും, മൊബൈലൊന്ന് പോയി നോക്കും, അയച്ചിട്ട പാൻറ്റിൻ്റെ കീസിലൊന്ന് പോയി നോക്കും, വരുമ്പോൾ ഒന്ന് നോക്കും, അങ്ങോട്ട് പോകുമ്പോൾ നോക്കും, സ്കൂളിൻ്റെ അയിലൊന്ന് പോയി നോക്കും, അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കും, ഇങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കും. ഭയങ്കര ബേജാറ്. ബേജാറിനെ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഒരു കാലം അങ്ങനെയാണ്. എന്തിനെങ്കിലുമൊക്കെ മക്കൾ പെട്ടു പോകുന്നതിൻ്റെ പേടിയാണ്. പക്ഷേ ഈ ബേജാറ് എന്തരും, ഒരു തകരാറില്ലാത്ത കുട്ടികളെ പറ്റി നമ്മൾ ബേജാറാകും സംശയിക്കുകയൊക്കെ ചെയ്താൽ പിന്നെന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ഇവരോട് നല്ലലക്ക് പെരുമാറാൻ കഴിയൂല, നല്ലലക്ക് വർത്താനം പറയാൻ കഴിയൂല മക്കളോട്. മക്കളെപ്പറ്റി സംശയമുള്ള മാതാപിതാക്കൾക്ക്, ബേജാറുള്ള മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒന്ന്, അപ്പോൾ കുട്ടി കുറച്ച് നേരം വൈകി വന്നാൽ നമ്മളെ മനസ്സിൽ ബേജാറാണ്. അപ്പോൾ നമ്മളെന്താ ഉണ്ടാകുക? നേരം വൈകി വന്നാൽ ബേജാറ്, എവിടേക്ക് പോയിരുന്നു, എന്തേ പോയിരുന്നു, അനക്കിപ്പോൾ കുറച്ച് പുതിയ കൂട്ടുകാരുണ്ടായിക്കണ്, എന്താ എൻ്റെ പരിപാടി എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ കുട്ടിക്ക് എന്താ ഇപ്പോൾ ബസ് ഇട്ടാഞ്ഞിട്ടപ്പോൾ ഞാൻ ഇവിടെ നേരം വൈകി എത്തി, അതിനിപ്പോൾ എന്താ ഇപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചൂടെ എന്തേ നേരം വൈകിയെന്ന്? അതൊന്നും നമുക്ക് ചോദിക്കാൻ തോന്നൂല. കാരണം അതിന് മാത്രം ബേജാറാണ്. നമ്മളാണ് തീരുമാനിക്കും. സ്കൂൾ ഇട്ടിട്ട് അവൾ ഏതോ അവളെ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിനോട് ബസ് സ്റ്റോപ്പിൽ നിന്ന് വർത്താനം പറഞ്ഞ് നേരം വൈകിയതാണ് നമ്മളാണ് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ സ്വന്തം തീരുമാനിച്ചിരിക്കണം, എന്നിട്ടാണ് ചീത്തറിയാണ്. ഞാൻ പറഞ്ഞ ആശങ്കകളും ബേജാറുകളും നമ്മളെയും നമ്മുടെ കുട്ടികളെയും തമ്മിൽ അകറ്റും. ബേജാറിൻ്റെ ഒരു ഉഷാറ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സഹോദരി ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിലാണത് നിരന്തരമായി വിളിക്കും, ഒരു കൗൺസിലിംഗ് വേണം കൗൺസിലിംഗ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ഫോൺ എൻ്റെ നമ്പർ തന്നെ എപ്പോഴും കാണുക. അപ്പോൾ ഞാൻ നിങ്ങൾ ഇന്നും വന്നോളൂ, രാത്രി പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വരാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എങ്കിൽ ആർക്കാണ് ഈ കൗൺസിലിംഗ്? അപ്പോൾ പറഞ്ഞു മോനാണ്. മോൻ എത്രയാണ് പ്രായം? 9 വയസ്സ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഓനെക്കണ്ട് ഞാൻ ഇടങ്ങാറായി. അത് ഞങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഞാൻ തൽക്കാലം എന്താ വെച്ചാൽ വന്നപ്പോൾ ഇവൻ്റെ ഈ കുട്ടിയുടെ ജ്യേഷ്ഠത്തിയെ കല്യാണം കഴിച്ച് അവൻ്റെ അളിയനും കൂടെ ഉണ്ട്. ഞാൻ എന്താ വെച്ചാൽ അളിയനെയും അവനെയും പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഉമ്മാനെ വിളിച്ചിരുത്തിയിട്ട് എന്താ ചോദിച്ച്, ഞാൻ അവനോട് സംസാരിച്ചതുമില്ല, അവനെ കൗൺസിലിങ്ങിന് ഇരുത്തിയതുമില്ല, ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ചു നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഉമ്മൻ്റെ ബേജാറ് മാത്രമാണ്, വേറെ ഒന്നുമില്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ നിങ്ങളെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്നൊരു ഫോൺ ടീച്ചർ ഇതുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, നിങ്ങളെ മോനെവിടെ ഇരുത്താൻ കഴിയൂല, ഓനെ കൊണ്ടടക്കാൻ കഴിയില്ല, ഓനെ കൊണ്ട് ഞങ്ങൾ ഇടങ്ങാറായി. ഏതെങ്കിലും മാഷന്മാർ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നാൽ ഓനൊരു കുഴപ്പമുണ്ടെങ്കിൽ അവിടുന്ന് ഉണ്ടാവൂലേ? ഒന്നുമില്ല. എല്ലാ മാഷന്മാർക്കും നല്ല അഭിപ്രായം, കുട്ടികൾ എല്ലാവർക്കും നല്ല അഭിപ്രായം. അപ്പോൾ നിങ്ങൾ ഇവരെ ഈ കുട്ടി എവിടേക്കെങ്കിലൊക്കെ വിരുന്നോവില്ലേ, അഞ്ചത്തിൻ്റെ വീട്ടിലേക്കോ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കോ, ആ വിരുന്നോയ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇവിടെ കച്ചറേനെ ഇടങ്ങാറാണെന്നൊന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് ഒരു പ്രശ്നമല്ല. അപ്പോൾ പിന്നെ എവിടെ എത്തുമ്പോഴാണ് പ്രശ്നമുള്ളത്? അപ്പോൾ ചോദിച്ചത് എവിടെ എത്തുമ്പോഴാണ് പ്രശ്നമുള്ളത് ചോദിച്ചപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് പ്രശ്നം. ഉമ്മാൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ എന്താ ഇമ്മാൻ്റെ അടുത്ത് എത്തുമ്പോൾ പ്രശ്നം? അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു നോക്കുമ്പോൾ ആ അമ്മ പറഞ്ഞ എന്താ പറയുക, എൻ്റെ ചെറിയ കുട്ടിയാണ്, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടതാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ എന്താ പേര് കാണിക്കുക നിങ്ങൾ, ഈ 9 വയസ്സായ കുട്ടി ഒരു കാര്യവും സ്വന്തം ചെയ്യൂല. അതിന് ആ ഉമ്മ തന്നെ പറഞ്ഞ ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവന് പാൻറ് ഇടുക, സ്കൂളിലേക്കുള്ള പാൻറ് ഇടുക. അപ്പോൾ പാൻറ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, അടുപ്പത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് അങ്ങോട്ട് അടുപ്പത്തേക്ക് പോവുകയാണെങ്കിൽ ആ പാൻറ് ഞാൻ കയറ്റിയത് എവിടെയാണോ അവിടെ നിൽക്കും. ഞാൻ തിരിച്ചു വരുന്നത് വരെ
ആ പാൻറ് എത്ര കയറ്റിക്കണോ അവിടെ നിൽക്കും. പിന്നെ ബാക്കി ഞാൻ അടുപ്പത്തുള്ളത് ഓഫാക്കി വന്നിട്ട് കയറ്റി കൊടുക്കും. എങ്ങനെയുണ്ട് പരിപാടി? 9 വയസ്സ്. എൻ്റെ ഉപ്പ പറയാണ് ഇവൻ എവിടെ പോയാലും ഭക്ഷണം കഴിക്കൂല. പിന്നെ എവിടെ പോയാലും ഭക്ഷണം കഴിക്കുക, അവന് സ്വന്തം തിന്നാൻ കഴിയൂല, ഉമ്മ കൊടുക്കണം. ഇതൊക്കെ പറയാൻ പറ്റില്ല കംപ്ലൈൻറ്റ്. ഇപ്പം ഞാൻ ആ ഉമ്മനെ കുറ്റം പറയല്ല, സത്യത്തിൽ ബേജാറാണ്. ഇനിയിപ്പോൾ അവസാനം ഈ കുട്ടി എന്താകും, ഒഞ്ഞ് വലുതായ എന്താകുക എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിലിപ്പോൾ കൗൺസിലിംഗ് വേണ്ടത് ഉമ്മക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ കുട്ടിനെ നിങ്ങൾ എങ്ങോട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകരുത്. കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞ ഓൻ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ഓൻ തന്നെ വിചാരിക്കും, അത് ഏറെ വലിയ ബുദ്ധിമുട്ടാവും. ഞാൻ പറഞ്ഞ ആശങ്ക, ബേജാർ, മക്കളെക്കുറിച്ചുള്ള ബേജാർ. സഹോദരങ്ങളെ, മക്കളെക്കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളും നിങ്ങളെ മക്കളും തമ്മിൽ എന്താ വെച്ചാൽ ഏറ്റവും നല്ലൊരു ബന്ധമുണ്ടാവുക. എങ്ങനത്തെ ബന്ധം എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് എന്തും നിങ്ങളോട് വന്ന് പറയാൻ പറ്റുന്നൊരു ബന്ധം അതുണ്ടാവണം. നിങ്ങളെ മകള് +2 പഠിക്കുന്ന മകള് സ്കൂളിൽ പോയി, അവളിങ്ങനെ ഇൻ്റർവെല്ലിന് വേണ്ടി ഇങ്ങോട്ട് ഡോറിൽ കൂടി ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, ഏതോ ഒരു പയ്യൻ, വൃത്തികെട്ടൊരു പയ്യൻ അവളെ ദേഹത്ത് തൊട്ടു, അത് തോണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞു. അപ്പോൾ അത് വന്ന് ഉമ്മാനോട് പറയും, ഉമ്മ അന്ന് ഞങ്ങളെ ക്ലാസ്സിൽ വെച്ച് പയ്യൻ വളരെ മോശം ചെക്കനാണ്, ഞാൻ ആ വാതിൽക്ക് കൂടി ഇറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, അവൻ എൻ്റെ ദേഹത്ത് കൈവച്ചു തൊട്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, എനിക്ക് പേടിയാണ് സ്കൂളിൽ പോകാൻ എന്നൊക്കെ വന്ന് ഉമ്മയോട് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റുന്ന എന്തൊരു സ്വാതന്ത്ര്യം, അങ്ങനെ പറയാൻ പറ്റുന്ന ബന്ധം ഇതുണ്ടാവുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉമ്മയോട് പറയാണ്, പെൺകുട്ടികളും ഉമ്മാരും പല വീട്ടിലും യോജിക്കൂല. ഒരു തമ്മിൽ ഭയങ്കര ഫൈറ്റായിരിക്കും. ഞാൻ പറഞ്ഞ അങ്ങനത്തെ സ്ഥലത്തുണ്ടല്ലോ ഈ കുട്ടികൾ എല്ലാവരോടും അവർക്ക് ഇഷ്ടമായിക്കാരം, താല്പര്യമായിക്കാരം, ഉമ്മനോടൊരു കാര്യം പറയില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നമുക്കറിയില്ല. പറയുകയാണെങ്കിലോ നമ്മൾ ഓരെ പറ്റി ഒന്നും ബേജാറാണ്. ആ പറയണിയിൽ എന്തൊക്കെ ഉണ്ടോ അതുതന്നെയാണ് അവൾ, ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതിന് നമുക്ക് അവളെ മനസ്സിലാക്കാം. അവരെക്കുറിച്ചോ അവനെക്കുറിച്ചോ ബേജാറാകേണ്ട ഒരു കാര്യമില്ല. ബേജാറ് കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമുക്കവിടെ നല്ലതൊക്കെ പെരുമാറാൻ കഴിയാത്ത അവസ്ഥ വരും. ഇല്ലാത്തത് നമ്മൾ ആരോപിക്കും, ചെയ്തിട്ട് തന്നെ ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിച്ച് എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യണ്ടോ ഇങ്ങനെ ചെയ്യണ്ടോ എന്ന സംശയത്തിൻ്റെ പേരിൽ ആരോപിക്കും. തെറ്റായ ചികിത്സകളും കൗൺസിലിങ്ങുകളും ഒക്കെ കൊടുക്കും. നമ്മുടെ കുട്ടികളെ നമ്മുടെ ബേജാറ് കൊണ്ട് മാത്രം നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, കേടുവന്നു പോകുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകും. ശ്രദ്ധിക്കണം. ആശങ്കകളാണ് ഏറ്റവും. ഇനി എന്തതിനൊരു പരിഹാരം ഞാൻ പറയാം, വളരെ സ്നേഹപൂർവമായ ആശയവിനിമയം മക്കളോട് നടത്താൻ പറ്റണം. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അത്ഭുതം ഞങ്ങളോട് പറയാം. ഞാൻ 31 കൊല്ലം മുമ്പ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ SLC പഠിക്കുക. ആ SLC പഠിച്ച അന്നത്തെ ആളുകളെ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളിൽ വിളിച്ചു. അപ്പോൾ സ്കൂളിൽ വിളിച്ചപ്പോൾ എനിക്ക് വല്ല പരിപാടിയിൽ തിരക്കുള്ള ദിവസമാണെങ്കിലും എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ മുഴുവൻ അവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവരൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാനും അവിടെ ചെന്നപ്പോൾ എല്ലാ എൻ്റെ കൂടെ പഠിച്ച ആളുകൾക്കും സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ ഒരു രക്ഷിതാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അയാൾ സംസാരിക്കുന്നതിന് പകരം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ വിളിച്ചിട്ട് എനിക്ക് പകരം ഇവൻ സംസാരിക്കുന്നതാണ്. അങ്ങനെ അവൻ വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞ ആ സംസാരം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചതും ഏറ്റവും അധികം മെസ്സേജുകൾ തന്നൊരു സംസാരമാണ്. അവൻ എന്താ സംസാരിച്ചു വെച്ചാൽ, അവൻ്റെ അച്ഛൻ അവനെ വളർത്തുന്നതിൻ്റെ രൂപമാണ് അവൻ അവിടെ വിശദീകരിച്ചത്. അതിലെ ഒരു പോയിൻ്റ് ഞങ്ങൾക്ക് പറയാം, നമുക്കൊക്കെ പറ്റുന്ന കാര്യം. കുട്ടികൾ നന്നാവാൻ എന്താ ചെയ്യുക, കുട്ടികളെ എങ്ങനെ നന്നാക്കുക, എങ്ങനെ പോലെ ഉപദേശിക്കുക. ഉപദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ വെച്ചാൽ എന്തെങ്കിലും കാണുമ്പോൾ ചീത്തറയൽ തന്നെയാണ് ഉപദേശം. രാവിലെ മകൾ നീക്കാൻ കുറച്ച് വൈകിയാൽ അവളോട് പറയാനുള്ളത് മുഴുവനായിട്ട് പറയും. ആ ഉപദേശമാണെന്ന് ഇപ്പം എനിക്കറിയില്ല. ശരി, അതല്ല ഉപദേശം. എങ്ങനെയാണ് ഈ കുട്ടി പറയുകയാണെന്ത്, ഞാനും എൻ്റെ പെങ്ങളും, എന്നെ എൻ്റെ അച്ഛൻ ഇതുവരെ അടിച്ചിട്ടില്ല, പക്ഷെ എൻ്റെ പെങ്ങളെ അടിച്ചിട്ടുണ്ട്. പെങ്ങളെന്തിനാണ് അടിച്ചതെന്ന് അറിയും. പെങ്ങളടിച്ചതെന്തിനാ വെച്ചാൽ, പെങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭക്ഷണ സാധനങ്ങളൊക്കെ തീന്മേശയിൽ ഒക്കെ ചെതറിക്കിടക്കും. അപ്പോൾ അച്ഛനെ അടിച്ചു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഇന്നുവരെ ഭക്ഷണം കഴിക്കുന്ന തീന്മേശയിൽ എന്തെങ്കിലും വീണതായി ഞാൻ കണ്ടിട്ടില്ല. അവൻ അപ്പോഴാണ് ചിന്തിച്ചത്, അടിക്കണമെങ്കിൽ അച്ഛൻ അത് പാലിക്കുന്നുണ്ടോ നോക്കണമല്ലോ, നോക്കിയപ്പല്ല. പിന്നെ അവൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങളെ അച്ഛൻ ഉപദേശിക്കാറില്ല, പക്ഷേ എൻ്റെ എന്തെല്ലാം അറിവുകളുണ്ടോ
അതെല്ലാം എനിക്ക് അച്ഛൻ തന്നതാണ്. എങ്ങനെ കിട്ടി? അച്ഛൻ ഞങ്ങളെ ഉപദേശിക്കാറില്ല, പക്ഷെ കിട്ടിയ അറിവ് മുഴുവൻ അച്ഛൻ തന്നതാണ്. അപ്പം എങ്ങനെ അച്ഛൻ തന്നത്? അതാണ് ഷെയറിങ്. ഉപദേശമല്ല, ഷെയറിങ്. ഷെയറിങ് എങ്ങനെയാണ്? നമുക്ക് പറയാനുള്ള ആശയം നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ കാറ് പോകുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ മക്കളോടൊക്കെ അങ്ങനെ പറയാം. എന്താ മോനെ, എനിക്കറിയൂ, ഞാൻ സ്കൂൾ പഠിച്ച സമയത്തുള്ളൊരു സംഗതി എനിക്ക് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഭക്ഷണം കൊണ്ടുവരും, പക്ഷെ ഞങ്ങളെ ക്ലാസ്സിലെ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഉച്ചക്ക് ചോറുണ്ടാവില്ല. അവരപ്പുറത്തെ കിണറുണ്ടെങ്കിൽ ബക്കറ്റ് ഉണ്ടാവും, അതിൽ പോയി വെള്ളം കുടിച്ച് തിരിച്ചു വരും. അപ്പോൾ എന്ത് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ചോറ് തുറന്നിട്ട് ആ പാത്രത്തിൻ്റെ ആ അടപ്പെടുത്തിട്ട് എന്ത് ചെയ്യും, കുറച്ച് ഞങ്ങൾ പകുതി എടുത്തിട്ട് അവർക്ക് കൊടുക്കും, പകുതി ഞാനും കഴിക്കും. എന്നും ഒരാൾ ഭക്ഷണത്തിന് പങ്കാളിയായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിൽ വലിയൊരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവില്ലേ? പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് പറയാം. ഒരു അപകടത്തെക്കുറിച്ച് വരുമ്പോൾ അപകടത്തെക്കുറിച്ച് പറയാം. വഴിതെറ്റിപ്പോയ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ പ്രായപൂർത്തിയായ മകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അവൾ ആരെങ്കിലും ചാടിച്ചു കൊണ്ടുപോകാൻ കാത്തിക്കണ്ട. അയൽപക്കത്ത് ചാടിച്ചു കൊണ്ടുപോയ ഒരു പെണ്ണിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിരന്തരം വാപ്പയും ഉമ്മയും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനസ്സിൻ്റെ ആശയങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി പറഞ്ഞു, മോനെ വേസ്റ്റ്, നീ ഒരു വേസ്റ്റാണ് വരുന്ന വേസ്റ്റ് ബോക്സൊക്കെ കൊണ്ടുപോയിടുന്ന സാധനം എപ്പോഴാണ് കൊണ്ടുപോയിടുക? ഒന്നിനും പറ്റാക്കും. കൈ തുടക്കാനെങ്കിലും പറ്റുമെങ്കിൽ അത് അവിടെ വെക്കൂലേ? ഒന്നിനും പറ്റാതിരിക്കുമ്പോൾ അയക്ക് കൊണ്ടുപോയിടുക. ഒരു ഉപകാരം. പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആക്ക് പോലും കൊടുക്കാൻ പറ്റൂല, പിന്നെന്താ കാട്ടുക? അങ്ങനത്തെ ഒരാൾ നീ ആവരുത്. ഇതിനകത്തെന്താ? നിന്നെക്കൊണ്ടൊരു ഉപകാരം മറ്റുള്ളവർക്ക് കിട്ടുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. നമ്മുടെ മക്കൾക്ക് പറയാനാകുമോ, ഉമ്മമാരെ ഉപ്പമാരെ, എനിക്ക് ഈ ഒരാശയം എൻ്റെ ഉപ്പ തന്നതാണ്, എനിക്ക് ഈ ഒരാശയം എൻ്റെ ഉമ്മ തന്നതാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ മക്കളിൽ നിറച്ചും നമ്മൾ ചീത്ത പറഞ്ഞതും കുറ്റം പറഞ്ഞതും ആക്ഷേപിച്ചതും അതേപോലെ തന്നെ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്തതും മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾക്കും അവർക്കും തമ്മിൽ നല്ലൊരു ബന്ധം സാധ്യമല്ല. പിന്നെ ഇസ്ലാം കണിശമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഉപദേശം ഫലം ചെയ്യണോ നല്ല നിലക്ക് പറയണം. ഇൻ്റെ ഗുണത്തിന് നല്ല നിലക്ക് ഇന്നെ അപമാനിക്കാനും ഇന്നെ കുറ്റപ്പെടുത്താനും അല്ല ഇൻ്റെ വാപ്പിമ്മയും പറയണത് എന്ന് തോന്നാത്തിടത്തോളം കാലം ഒരു ഉപദേശവും ഒരു മക്കളും സ്വീകരിക്കുകയില്ല. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. രണ്ട് പ്രധാന കാര്യം ഈ ആയത്തിന് രക്ഷിതാക്കന്മാർക്ക് മനസ്സിലാവും. ഒന്ന്, ഏത് കുട്ടിനെ നന്നാക്കാം. ചില രക്ഷിതാക്കന്മാർ വന്നിട്ട് പറയും, ഇവൻ എന്താ കാട്ട്? ഞാൻ പറഞ്ഞു, ഒരു കുട്ടി നന്നാകാൻ പൊന്നു സുഹൃത്തെ ഒരു പണിയില്ല. അവൻ്റെ മനസ്സൊക്കെ ഇഫക്റ്റ് ചെയ്യാവുന്ന ഒരു 2 ദിവസത്തെ ക്യാമ്പിന് ഓൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഒന്ന് കൊണ്ടുപോയി ഇരുത്തി അവിടുന്ന് പറഞ്ഞ ആൾക്കാർ ശരിക്കും എൻ്റെ മനസ്സൊക്കെയാണ് കയറിയാൽ അവൻ എന്ത് ചെയ്യും? ഇതുവരെ ചെയ്തതൊക്കെ തിരുത്തും, ഇനി ജീവിതകാലം മുഴുവൻ നന്നായി തീരുന്നതാണ്. ഞാനൊരു കോളേജിൻ്റെ സ്റ്റാർട്ടിങ് ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് അധ്യാപകന്മാരൊക്കെ ഒന്നിച്ച് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന ഒരു അധ്യാപകൻ, അവിടുത്തെ ഏറ്റവും വലിയ പ്രിൻസിപ്പളായിട്ട് വന്ന അധ്യാപകൻ എന്നോട് പറഞ്ഞു, പണ്ട് തിരൂരോ എവിടെയോ വെച്ച് നടന്ന ഒരു ക്യാമ്പിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അന്ന് ഞങ്ങൾ എന്താണ് ക്ലാസ്സാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ അറബി പഠിച്ചത്, ദീന് പഠിച്ചത്. എത്ര വയസ്സായി സുഹൃത്തിലെ? 40 വയസ്സായ വ്യക്തി ഏതോ ഒരു പള്ളിയിൽ വെച്ച് കേട്ട ഒരു ഖുർആൻ ക്ലാസ് അവൻ്റെ ജീവിതത്തെ മാറ്റിയെങ്കിൽ നമ്മുടെ കുട്ടികൾ മാറാൻ ഒരു പണിയില്ല. ഫിർഔൻ മാറുന്നാ പറയണത്, ഫിർഔൻ മാറുന്നാ പറയണത്. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. നല്ല മൃദുലമായി നിങ്ങൾ അവരെ ഉപദേശിക്കണം. ഫിർഔനോട് ചിലപ്പം തരും, അവന് ചില ബുദ്ധിമുട്ടുകൾ വരും തോന്നിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പേടിക്കും, അപ്പം നന്നാവും. ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ ഉപകാരം കിട്ടും തോന്നിക്കഴിഞ്ഞാൽ അവൻ നന്നാവും. ഇതിൻ്റെ ഗുണമാണെന്ന് തോന്നി, നമ്മൾ ആ ഗുണം ആണെന്ന് തോന്നുന്ന, നമുക്ക് ദോഷമായതുകൊണ്ടാണ് പറയുന്നതെന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നവരെങ്കിൽ അങ്ങനത്തെ നിലക്കുള്ള ഉപദേശങ്ങൾ നമ്മൾ നൽകി അവരോട് എന്ത് ചെയ്യണം? നല്ല നിലക്ക് സംസാരിക്കണം. ഞാൻ എപ്പോഴും എന്താ വെച്ചാൽ കുട്ടികളും മാതാപിതാക്കളും നമ്മൾ തെറ്റലെപ്പോഴാണ് വെച്ചാൽ എന്തെങ്കിലും പണി പറയുമ്പോഴാണ് ചുരൻ പണി പറയാൻ എങ്ങനെ അറിയില്ല. ഖുർആൻ ഒരു ശൈലിയുണ്ട്, നമ്മൾ പഠിച്ചാൽ മതി. പണി പറയാനൊരു രൂപമുണ്ട്.
മനസ്സിലായി? കൂടെ ഡ്രൈവറുണ്ട്. 10,000 മാസം ശമ്പളം കൊടുത്തിട്ടാണ് മൂപ്പരെ നമ്മളൊപ്പം ഡ്രൈവറാക്കി കൊണ്ടെടുക്കണേ. കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മുതലാളിനെ കാണുമ്പോഴേക്കും ഡ്രൈവർ വണ്ടി കൊണ്ടുവന്നോളൂ. അപ്പോൾ അഥവാ വണ്ടി കണ്ടാൽ നേരം വൈകിയാൽ ഡ്രൈവറോട് പറയാനൊരു ശൈലി. വണ്ടി വേഗം എത്താൻ നല്ലതെന്താ നിങ്ങൾ കുട്ടിയെ എവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത്? കിട്ടുന്നോടെ തന്നെയാണോ? അതിനർത്ഥം എന്താ? പാർക്ക് ചെയ്തോടത്ത് പോയി എടുത്തുകൊണ്ടിരുന്നതാണ്. ഇവിടെ ഇയാൾ എന്താ ചെയ്ത്? കൽപ്പിക്കല്ല, ഷൂറ, ഒരു ചർച്ച. എന്താ നമ്മളെ വണ്ടി കിട്ടുന്നോടെ തന്നെ പാർക്ക് ചെയ്തത്? അപ്പോൾ അവനൊരു സന്തോഷം. എവിടെ വണ്ടി എടുത്തുകൊണ്ടെന്ന് പറയുമ്പോൾ അത് ശൈലി വേറെയാണ്. ഞാൻ പറഞ്ഞു മക്കളോട് പറയാൻ പഠിക്കണം. അതുകൊണ്ടാണ് നല്ല വാക്ക് പറയാൻ വേണ്ടി മൂസാ നബിനെ പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ പറഞ്ഞത്? വഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. ഫിർഔനെ എന്താണ് ഞാൻ എന്ത് ചെയ്യാം? നീ ഒരുക്കമുണ്ടോ? നിനക്കൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനും നന്നാവാനൊക്കെ തയ്യാറുണ്ടോ എന്ന നിലക്ക് എന്താണ് ഒരു ചർച്ചയാണ് നടത്തുന്നത്. ആ ഷൂറക്കൊരു ഫലമുണ്ട്. നന്നാകണമെന്ന് പറയുന്നില്ല, അപ്പുറമാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഉമ്മാർ, ഞാൻ പറയാം, നിങ്ങൾ കുട്ടികളോട് പറയുമ്പോൾ എന്താ വെച്ചാൽ, മോള് കുറച്ച് പാത്രമൊക്കെ അവിടെ കിടക്കുന്നുണ്ടല്ലോ, ഉമ്മക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, ഞാൻ നീയുമ്പാടൊന്നുണ്ട് കഴുകിയാലോ എന്ന് ചോദിച്ചാൽ, കഴുകിയാലോ എന്ന് ചോദിച്ചാൽ നമ്മളെ മനസ്സിക്ക് അപ്പം എന്താ വരിക? ഇതൊക്കെ ഇവിടെ കടന്നിട്ടും ഇവൾക്ക് ഒരു ചിന്തയില്ലല്ലോ. 16 വയസ്സ് ഇവൾക്കായി. നമ്മളെന്താ പറയുക? നമ്മളത് പോയി ദേഷ്യം പിടിച്ച് കഴുകി കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും എന്താ പന്നെ കൊണ്ടൊക്കെ കാര്യം, എന്താ പന്നോട് കാര്യം? കടന്നുറങ്ങുക, മൊബൈൽ നോക്കുക, ഇതൊക്കെയല്ല എൻ്റെ പരിപാടി. ഈ അടുക്കളയിൽ കിടക്കുന്ന പാത്രം മൊബൈലും തമ്മിൽ എന്ത് ബന്ധമാണ്? ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു ചർച്ചയിലൂടെ മക്കൾ ആൺകുട്ടികളുണ്ടാവും. വാപ്പാർ ശ്രദ്ധിക്കണ കാര്യം, നിങ്ങളെ കുട്ടീനെ കൊണ്ട് എന്തു ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ ഇന്ന് പച്ചക്കറി മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. രാവിലെ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ ഒരു പയ്യൻ, ഓനെന്തോ ഡിസൈനിങ്ങിന് എന്തിനോ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞ അവൻ്റെ വാപ്പനേക്കാളും ഗംഭീര കച്ചവടക്കാരനാണ് അവൻ. ഗംഭീര. അവൻ പറയും രാവിലെ 2 മണിക്കൂറേ പിന്നെ കോഴ്സുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ വാപ്പൻ്റെ കൂടെ വരും. എന്ത് പറഞ്ഞാൽ ഒരു 10 പണിക്കാരെ കടയിൽ വെച്ചാൽ അയാൾക്ക് അത്ര മെച്ചുണ്ടാവില്ല. ആ രൂപത്തിലാണ് ചെറുപ്പക്കാരനായ മകൻ വാപ്പനെ സഹായിക്കുന്നത്. എങ്ങനെ വാപ്പക്ക് കിട്ടിയത്? വാപ്പ ഓനാണ് മാനേജർ, വാപ്പ ജോലിക്കാരായി നിൽക്കണേ. കുട്ടി അതെന്താ കാണിക്കുക, ഇതെന്താ കാണിക്കുക, ആ പൈസ എന്താ കാണിക്കുക, അതെവിടെ വെക്കുക, ഒക്കത്തിന് ഓനാ മറുപടി പറയാൻ. ഇപ്പോൾ ഓനായി കച്ചവടക്കാരൻ, വാപ്പ ഫ്രീ ആയി. ഞാൻ പറഞ്ഞത് കുറച്ചൊരു കുട്ടികളോട് പെരുമാറാനും ബന്ധപ്പെടാനും എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു രൂപം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ റഫായി പെരുമാറിയാൽ ലോകത്തുള്ളവരൊക്കെ നമ്മുടെ കുട്ടികളോട് നല്ല നിലക്കാണ് പെരുമാറുക. എല്ലാവരും നല്ല നിലക്കാണ് പെരുമാറുക. എല്ലാവരും നല്ല വരും. എത്ര വരും? നമ്മുടെ കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെയോ പരിചയമുള്ള ഒരാൾ സംസാരിക്കണമെങ്കിൽ മോനെ ഈ ആരെ കുട്ടിയാ തിരിച്ചാ ചോദിക്കുക. ഇതുവരെ ഒന്നും കാണാത്ത ഒരാൾ എവിടേക്കാ പോണു, എന്താ വർത്താനം, എന്നിട്ട് നടന്നു പോണു, ഇങ്ങനത്തെ ചോദ്യം സ്വന്തം വാപ്പാൻ്റെ അടുത്തൊന്നും കേട്ടിട്ടില്ല. ഒരു പരിചയമില്ലാത്ത ഏതോ വഴിയോരത്ത് നിൽക്കുന്ന ഒരു അന്യനിൽ നിന്ന് കേൾക്കുന്ന സ്നേഹവർത്തമാനം സ്വന്തം പിതാവിൽ നിന്ന് കേൾക്കാത്ത ഒരു കുട്ടി എങ്ങനെ വാപ്പനെ സ്നേഹിക്കും? എന്താ കോളേജിലേക്ക് പോകാനായില്ലേ, എന്താ നോക്കി നിൽക്കണത്, ബസ് എപ്പോഴാണ് എനിക്ക്, എന്താ വാപ്പ ഇറങ്ങുമ്പോൾ ചോദിക്കുക, വാപ്പ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കുക. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർ വരെ ചോദിക്കണത് എന്താ നിങ്ങൾ, കുട്ടി ഏത് സ്കൂളാണ് പഠിക്കണത്, എത്രാം ക്ലാസ്സിലാണ്, ഈ ആരെ കുട്ടിയാണ്, ഒരു നല്ല നിലക്ക് ചോദിക്കുക. അതുകൊണ്ടെന്താ വെച്ചാൽ ഞാൻ പറയാം, സ്വന്തം ഉമ്മയും വാപ്പയും നോക്കി നിൽക്കുമ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ജില്ലാ കോടതിയിൽ നിന്നും വെച്ചാൽ ഒരു പരിചയമില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അന്യ മതസ്ഥൻ്റെ കൂടെ, അന്യ ചെറുപ്പക്കാരൻ്റെ കൂടെ പെൺകുട്ടികളെ ഇറങ്ങി പോവുകയാണ്. വാപ്പയും അന്തം വിട്ടുക നിൽക്കുകയാണ്. എന്താ കാര്യം? സ്നേഹിക്കാൻ ഇവനെ അറിയുള്ളൂ എന്നവർ പറയണത്. നിങ്ങളെന്നെ പ്രസവിച്ചത് നോക്കിയതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ സ്നേഹം തരാൻ ഈ ഓട്ടോറിക്ഷക്കാരനെ പറ്റുള്ളൂ. ഓനെന്താ സ്നേഹം കൊടുക്കാൻ എന്താ നഷ്ടം? എന്താ 16-17 വയസ്സായ ഒരു കുട്ടിക്ക് ഫോണിൽ സംസാരിക്കാനും ഒപ്പം വരാനും തയ്യാറാണെങ്കിൽ എന്താ ഇപ്പം സ്നേഹം കൊടുക്കാൻ പ്രശ്നം? എന്താ ഇതിൽ നഷ്ടമുണ്ടോ? അവിടെ ഞാൻ കുറ്റപ്പെടുത്തല്ല സഹോദരങ്ങളെ. നമ്മുടെ മക്കളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവർ നമ്മളാവണമെന്ന് നമുക്ക് വാശി വേണം.
ഞാൻ ഏറ്റവും നന്നായി പെരുമാറുന്നത് എൻ്റെ മക്കളോടാണെന്ന് ഓരോ രക്ഷിതാക്കളും ഉറപ്പ് വരുത്തണം. അത് നമ്മുടെ സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും മാറ്റം വരുത്തി തിരുത്തി നമ്മൾ മാറുമ്പോൾ മാത്രമേ പറ്റൂ. പിന്നെന്താ അറിയോ, കുറച്ച് മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം. എൻ്റെ മനസ്സിനെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു കാര്യമാണ് എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ കേട്ടാണ് രണ്ട് കുട്ടികളുള്ള ഒരു ഉമ്മ അയൽപക്കക്കാരനായ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. നമുക്ക് പരിചയമുള്ളൊരു കുടുംബമാണ്. വാട്സപ്പിൽ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ കൂടെ പറയാണ്. ഈ അയൽപക്കത്തുള്ള ഒരു പുരുഷനോട് സ്വന്തം പാല് കൊടുത്ത് വളർത്തിയ മക്കളെക്കാളും എങ്ങനെ ഈ സ്ത്രീക്ക് സ്നേഹം ഉണ്ടായത്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. മക്കളിട്ടാണ് ഈ പോണത്, മക്കളിട്ടിട്ടാണ് അന്യ സംസ്ഥാനത്തിലേക്ക് പോണത്. അതെങ്ങനെ ഉണ്ടായത്? എന്താണ് അതിൻ്റെ രഹസ്യം? നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമല്ലത്. അതായത് സ്വന്തം അയൽപ്പക്കത്തുള്ള ഒരു ബന്ധമില്ലാത്ത ഒരാളോട് മക്കളെക്കാളും സ്നേഹം, കൂടെ ജീവിക്കുന്ന ഭർത്താവിനേക്കാളും സ്നേഹം, സ്വന്തം മാതാപിതാക്കളെക്കാളും സ്നേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മൾ അടിസ്ഥാനപരമായി പരിശോധന ആവശ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് അങ്ങനെ വരാനുള്ള കാരണം. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി വേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കൊടുക്കേണ്ട ചില ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് വേണ്ട ചില കാര്യങ്ങൾ തരേണ്ടവരുണ്ട് ഇവിടെ. അവരത് തന്നോളണം. അത് തന്നില്ലെങ്കിൽ എന്താ അറിയുങ്ങൾ, പലപ്പോഴും എന്താകും, നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാകും. അതിലൊന്നാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി വേണ്ടതാണെന്തൊരു സ്നേഹവും സുരക്ഷിതത്വവും സംരക്ഷണവും അതേപോലെ തന്നെ ലൈംഗികതയും ഒക്കെ ഒരു മനുഷ്യന് അനിവാര്യമായ കാര്യമാണ്. അപ്പം എന്താ വെച്ചാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ, അത് നന്നായി കിട്ടാനും അനുഭവിക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യം തൻ്റെ ഭർത്താവിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും വരണം. വന്നു കഴിഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞാൽ അത് കൊടുക്കാത്തവരുടെ ഭാര്യമാരാണ് ഈ പോണതെന്നൊക്കെ ഞാൻ പറയില്ല. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചില ഇസ്ലാമിക നിയമങ്ങളും സംഗതികളും ഇസ്ലാം പറഞ്ഞത് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് പാലിച്ചോളണം. എന്താ പാലിക്കുക എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി ഒരു അന്യ ആൺകുട്ടിയുമായി ഒരു അവിഹിതമായ ബന്ധം, അത് കല്യാണം കഴിഞ്ഞവളാവട്ടെ കഴിയാത്തവളാവട്ടെ, ഉണ്ടാവുന്നതിൻ്റെ കാരണം ഖുർആൻ പറയുന്നുണ്ട്. ആ കാരണം നമ്മൾ എന്താണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ച് ശീലിപ്പിച്ച് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഒരു പെൺകുട്ടിയുടെ വേഷമാണ്. വേഷം. ഒരു അന്യ പുരുഷൻ ഒരിക്കലും നമ്മളെന്താവരുത്, അയാൾക്ക് നമ്മളോട് താല്പര്യം തോന്നാവുന്ന ഒരവസ്ഥയിൽ നമ്മളെ ഒരു സന്ദർഭത്തിൽ പോലും കണ്ടുപോകരുത്. കണ്ടുപോയാൽ എന്താ നിങ്ങൾ, ആ ഒരു കണ്ട സ്ത്രീയെ കിട്ടണം എന്ന ഒരു മോഹം അവൻ്റെ മനസ്സിലുണ്ടായാൽ പ്രലോഭിപ്പിച്ചും പല കാര്യങ്ങൾ ചെയ്തും ബ്ലാക്ക് മെയിൽ ചെയ്തും എങ്ങനെങ്കിലും അവൻ്റെ കിടപ്പറയിൽ അവളെ എത്തിക്കും. അതുകൊണ്ടാണ് വേഷത്തിൻ്റെ കാര്യം ഇസ്ലാം ഇത്ര സ്ട്രിക്റ്റ് ആക്കാൻ കാരണം. ഒരു സ്ത്രീയെ അയാളുടെ മനസ്സിൽ ഒരു വൈകാരികത ജനിപ്പിക്കുന്ന രൂപത്തിൽ കണ്ടാൽ, അതെപ്പോഴും കാണാൻ പറ്റുന്ന ഒരാളും കൂടിയാണെങ്കിൽ, അവളെ എങ്ങനെയെങ്കിലും ഫയത്തുമ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവൻ മോഹിച്ചു പോകും. ആ മോഹം കൊന്നിട്ടെങ്കിലും അവളെ തൻ്റെ കിടപ്പറയിൽ എത്തിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കും. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേഷം. ഇസ്ലാമിൻ്റെ വേഷത്തിന് 3 നിബന്ധന ഉള്ളത്. ഒന്ന്, ദേഹത്ത് ഒട്ടിയതാവാൻ പറ്റൂല, മുഴുവൻ ഭാഗം മറിഞ്ഞിരിക്കണം, ഉള്ളിത്തത് കാണുന്ന സുതാര്യമായ വസ്ത്രങ്ങളാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഏതൊരു പെൺകുട്ടിക്കാണ് ഈ 3 നിബന്ധനയൊത്ത വസ്ത്രമുള്ളത്? ഞാൻ പെൺകുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇസ്ലാമിക വസ്ത്രധാരണത്തിന് 3 നിബന്ധന ഉണ്ട്, അത് ഞാനിപ്പോൾ പറയും, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ നിബന്ധന പ്രകാരം വസ്ത്രം ധരിച്ചവർ കൈപൊന്തിക്കണം എന്നാണ്. ഇതുവരെ ആരും കൈപൊന്തിച്ചത് അത്ര എനിക്ക് ഓർമ്മയില്ല. കയറി വന്നാൽ 1-2 ആൾ കൈപൊന്തിക്കും. എന്താണ്? ദേഹത്ത് ഒട്ടി നിൽക്കുന്നത് ഷെയ്പ്പാണ്. ചുരിദാറും പർദ്ദയൊക്കെ ഷെയ്പ്പാണ്, ഷെയ്പ്പാക്കിയിട്ടാണ്. പിന്നെന്താ? പിന്നെ മുഴുവൻ മറയാം. കഴുത്തിൻ്റെ കുറച്ച് ഭാഗം, കയ്യിൻ്റെ കുറച്ച് ഭാഗം എവിടെയെങ്കിലുമൊക്കെ കാണും. സുതാര്യമായത്, നേരിയത്, അത് ആൾക്കാർക്ക് ഇഷ്ടം. ഒന്ന് നോക്കിയാൽ ഉള്ളത്തൊക്കെ കാണുന്ന രൂപത്തിലുള്ള, തൊലിയുടെ നിറം പോലും കാണുന്ന വസ്ത്രങ്ങളാണ് ചിലപ്പോൾ ധരിക്കുന്നത്. ഒന്നതാണ്. രണ്ടാമത്തത് എന്താ? ഈ ചാടിപ്പോക്കിൻ്റെ കാര്യത്തിൽ വർത്താനാണ്, സംസാരം. ഒരിക്കലും ഒരു അന്യ പുരുഷനോടൊരു സ്ത്രീ അല്പം അവൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ മയക്കമുണ്ടാകുന്ന രൂപത്തിൽ
മൃദുലമായി സംസാരിച്ചാൽ ആ സംസാരം കേട്ടവൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടാകും, അവൻ അവളെ അവൻ്റെ വീട്ടിലെത്തിക്കും, അവൻ്റെ കടപ്പറയിലെത്തിക്കും. ഇതൊക്കെ ഖുർആൻ പറഞ്ഞതാണ്. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, വാക്കുകൊണ്ട് തന്മയത്വം കാണിക്കരുത്. സംസാരം ഇങ്ങനെ കേട്ടിക്കുമ്പോൾ അവനൊരു മോഹം തോന്നിയാൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് മക്കളെ വില വെക്കാതെ ഭർത്താവിനെ അവഗണിച്ച് അപമാനമോ മതമോ പരലോകമോ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ പിന്നിൽ ഇതുണ്ട്. അതുകൊണ്ട് സുരക്ഷ, ചില നല്ല ശീലങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇത് എളാപ്പാൻ്റെ മകനാണ്, അവൻ എന്നെ കല്യാണം കഴിക്കാൻ പറ്റും, അവനോട് പെരുമാറുമ്പോൾ അന്യ ആളോട് പെരുമാറുന്ന മാതിരി പെരുമാറണം. എൻ്റെ ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ടാവും, ക്ലാസ്മേറ്റ്സാണ്, പക്ഷെ എൻ്റെ ആങ്ങളിനോടും ജ്യേഷ്ഠനോടും പെരുമാറുന്ന മാതിരി പെരുമാറരുത്, അന്യ ആളോട് അന്യാള നിലയ്ക്ക് പെരുമാറണം, അകലം കാത്തു സൂക്ഷിക്കണം, വർത്താനം പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ സഹോദരിമാരെ അപകടങ്ങൾ സംഭവിക്കും. ഇന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ഇന്ന് സംഭവിക്കുന്നത് മിക്കവാറും കുട്ടികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയല്ല, 2 കാര്യം, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അപകടം വരുന്ന, ആൺകുട്ടികൾക്ക് അപകടം വരുന്ന ഓരോ കാര്യങ്ങളൂടി പറഞ്ഞ് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഇഹലോകവും പരലോകവും അവൾക്ക് നഷ്ടപ്പെട്ടു പോകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ പറഞ്ഞ അഫെയർ തന്നെയാണ്, പ്രേമം. നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്തിന് മുമ്പ് നിങ്ങളുടെ മകളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പുരുഷൻ, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ, കുടുംബത്തിൽപ്പെട്ട ആളാവട്ടെ, അല്ലെങ്കിൽ വഴിയിൽ കണ്ടെത്തിയ ആളാവട്ടെ, പഠിപ്പിക്കുന്ന അധ്യാപകനാകട്ടെ, ആരുമായിട്ടെങ്കിലും അവൾക്ക് ഹൃദയത്തിലൊരു ബന്ധമുണ്ടായാൽ കഴിഞ്ഞു, അവളുടെ പഠനം കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഒരിക്കലും വരാൻ പാടില്ല. എന്തോ രക്ഷിതാക്കന്മാർക്ക് അറിയില്ല. മിക്കവാറും രക്ഷിതാക്കന്മാരൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ വല്ല പ്രേമമൊക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ വന്ന് പറയും, എന്ത് ഇന്ന വേറെ കല്യാണം കഴിപ്പിക്കരുത്, എനിക്കിങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ സാധാരണഗതിയിൽ രക്ഷിതാക്കന്മാർ എന്താ ചെയ്യുക? നിങ്ങൾ എന്നാൽ നമുക്ക് അവനെ പറ്റി അന്വേഷിക്കാം. എന്നിട്ട് ഓട്ടോറിക്ഷ എടുത്ത് പോയിട്ട് ഇവൻ എവിടെയാണ്, എന്താ അവന് ജോലി, അവൻ്റെ വാപ്പ എങ്ങനെ, എമ്മ എങ്ങനെ, എന്നിട്ട് വന്നിട്ട് എന്താ പറയാറ്? നിങ്ങൾ ആ കുട്ടി, ആ കുടുംബം നമുക്ക് പറ്റൂല. എന്താ പറ്റാതിരിക്കാൻ കാരണം? സാമ്പത്തികമായി നമ്മളെക്കാളും മോശമാണ്, പിന്നെ പ്രായം ഏകദേശം എൻ്റെ അതേ പ്രായമാണ്, ഇതൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞാൽ കുട്ടികളെന്താ വിചാരിക്കുക? നിങ്ങൾ ഇതൊക്കെ ബുദ്ധിമുട്ട് ഇപ്പം എനിക്കല്ലേ, എൻ്റെ പ്രായമാണെങ്കിൽ എനിക്ക് ഞാൻ സഹിച്ചോളാം. എന്താ മറുപടി? എൻ്റെ അതേ പ്രായത്തിൽ ഒരാളെ മതി എനിക്ക്, ഞാൻ സഹിച്ചോളാം. പിന്നെ സാമ്പത്തികമല്ലേ, ഒരു പ്രശ്നമല്ല, ഞാനല്ലേ അവിടെ പോയി ജീവിക്കേണ്ടത്, എനിക്ക് അത്ര മതി, എനിക്ക് അങ്ങനത്തെ ഒരാളെ ഇഷ്ടം. സഹോദരിമാരെ, ഇതൊന്നുമല്ല പറയേണ്ടത്. ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടിക്ക് അവിഹിതമായി അവളുമായി ബന്ധപ്പെടുന്ന ഒരു പുരുഷൻ, അതാരുമാവട്ടെ, അവന് ഇവളെ കല്യാണം കഴിച്ച് കൊടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരേ വയസ്സായതുകൊണ്ടല്ല. പിന്നെ എന്താ, അവിഹിതമായി കല്യാണം കഴിക്കാതെ അവിഹിതമായി നിങ്ങളുടെ മകളുമായി അയാൾ ബന്ധമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇയാൾ തെറ്റായ രൂപത്തിൽ സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന അവിഹിത വീഴ്ചയുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കേണ്ടത്. അതാ മനസ്സിലാക്കേണ്ടത്. അതെന്താ രക്ഷിതാക്കന്മാർക്ക് മനസ്സിലാവാത്തത്? 18 വയസ്സായ നിങ്ങളുടെ മകൾ കോളേജിൽ പോകുമ്പോൾ അവൾക്ക് മൊബൈൽ കൊടുത്ത് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന് നിങ്ങളെ മകളെ വശീകരിച്ച ആള് സ്ത്രീകളുടെ കൂടെ നടക്കുന്ന അവിഹിത ബന്ധം നടത്തുന്ന ഒരു പുരുഷനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൻ വിടുന്ന കോളേജിൻ്റെ മുന്നിലും സ്കൂളിൻ്റെ മുന്നിലുമെല്ലാം വായ നോക്കി നിൽക്കുന്ന ഒരു അവിഹിത ബന്ധത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളെ മകളെ കെട്ടിച്ചു കൊടുക്കില്ലെങ്കിൽ ഇവൻ പ്രത്യക്ഷമായി തെളിയിച്ചിരിക്കുന്നു അന്യ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കുന്നവനാണെന്ന്. തെളിയിച്ച ഇവൻ്റെ വീട്ടിൽ നിങ്ങളെങ്ങനെ പോയി അന്വേഷിക്കും? അവൻ്റെ സാമ്പത്തിക നില നിങ്ങളെങ്ങനെ അന്വേഷിക്കും? അവൻ്റെ പ്രായം എങ്ങനെ അന്വേഷിക്കും? അവൻ്റെ വാപ്പ മദ്യപാനിയാണോ ധർമ്മനിഷ്ഠയുള്ളവനാണോ എന്ന് നിങ്ങൾ എങ്ങനെ അന്വേഷിക്കും? അവൻ്റെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ അവന് നിങ്ങളുടെ മകളെ കെട്ടാൻ യോഗ്യതയില്ലാതായത് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നവൻ എന്നതാണ് അവൻ്റെ. അത് തള്ളിക്കളയാൻ നമ്മുടെ മകൾക്ക് പറ്റൂ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് കെട്ടിച്ചു തരില്ല എന്ന് പറഞ്ഞു കണിശമായി. അപ്പോൾ നിങ്ങൾ എന്തേ കാരണം പറഞ്ഞു? ഇതുവരെ പല രക്ഷിതാക്കന്മാരോട് പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞു ഒന്നുമില്ല, ഇതെന്ന് പറഞ്ഞാൽ അവൻ പുറത്തുനിന്ന് ഇവളെ കണ്ട് പരിചയപ്പെട്ട ആളാണ്, അപ്പോൾ അവൻ ആൾ ശരിയില്ല,
അതുകൊണ്ട് തന്നെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ സാധാരണ അഫെയറിലെ കേസ് സംസാരിക്കാൻ വന്നാൽ സമ്മതിക്കില്ല, കാരണം കുറേ സമയം വേണം, സംസാരിച്ച വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ സംസാരിച്ചു. എന്ത് ചെയ്തു? അയാൾ സ്ട്രോങ് ആയി അവളുടെ പ്രേമത്തെക്കുറിച്ച് കേട്ട 1-ാം ദിവസം അയാൾ പറഞ്ഞ എന്താ വെച്ചാൽ, ഇത് മോളെ ഈ വാപ്പാൻ്റെ കൈ കൊണ്ട് നടത്തി തരൂല. അപ്പോൾ ചോദിച്ചു എന്താ കാരണം? പ്രായം ഒരേ പ്രായമാണ്. വാപ്പ അത് പറഞ്ഞില്ല. അവൻ നമ്മളെക്കാളും സാമ്പത്തികമായി ഒന്നും പറഞ്ഞില്ല. ഒറ്റ കാരണം, ഏത്? നിന്റെ പ്രായപൂർത്തിയായ നിന്റെ കൂടെ അവിഹിതമായി കൂടിയവൻ നിന്നെ കെട്ടിയാലും വേറെ ബന്ധങ്ങളുണ്ടാകും. നിന്നെ വിശ്വസ്തയോടുകൂടെ ഇത്തരം ഒരാളുടെ കയ്യിൽ കേൾപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായി? അതുകൊണ്ട് എന്തുണ്ടായി അറിയങ്ങൾ? ഇവളുടെ ആങ്ങളക്കും ഇതേ ബന്ധമുണ്ടായി. അവൻ പഠിച്ച കോളേജിൽ നിന്നൊരു പെൺകുട്ടിനെ അവൻ വാശി പിടിച്ചപ്പോൾ വാപ്പ എൻ്റെ അടുത്ത് തന്നെ കൊടുന്നു. വാപ്പ നടത്തി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അവൻ പോയി കൊണ്ടുവരാലോ. അപ്പോൾ വാപ്പ പറഞ്ഞു എൻ്റെ സമ്മതത്തോടെ അത് നടക്കൂല. അപ്പം എന്തേ കാരണം? ഓൻ പറഞ്ഞു ഇത് അവിഹിത ബന്ധം. ഓൻ പറഞ്ഞു അവിഹിത ബന്ധമല്ല, ഞങ്ങൾ കോളേജിൽ നിന്ന് പരിചയമുണ്ട് എന്നുള്ളേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമില്ല, ഫോണില്ല, മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. അവൻ തൽക്കാലം രക്ഷപ്പെടാൻ പെങ്ങളെ കല്യാണം മുടങ്ങി നടത്താത്തി കൊടുക്കാൻ വാപ്പ പറഞ്ഞ ന്യായത്തെ കൗണ്ടർ ചെയ്യാൻ അവൻ സ്ഥാപിച്ചത് ഞങ്ങൾ അഫെയർ അല്ല എന്നാണ്. അപ്പം ഞാനെന്ത് പറഞ്ഞു അറിയോ? വാപ്പനോട് പറഞ്ഞു, ഇവനെപ്പോലെ ഒരു ബന്ധം നിങ്ങളുടെ മകൾക്കുണ്ടായപ്പോൾ നിങ്ങൾ നടത്തി കൊടുത്തില്ല. അവൾക്ക് നടത്തി കൊടുക്കാത്ത നിങ്ങളെങ്ങനെ ഇവൻ്റെത് നടത്തും? ചോദ്യമല്ലേ, ന്യായമായ ചോദ്യമല്ലേ? അതുകൊണ്ട് മകൾക്ക് ചെയ്തു കൊടുക്കാത്തത് മകന് ചെയ്തു കൊടുത്തൂടാ. അയാൾ പറഞ്ഞു, നീ അത് അഫെയർ അല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിൻ്റെ പെങ്ങൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാത്തത് നിനക്കും ചെയ്തു തരാൻ എനിക്ക് പറ്റില്ല. ആ നിലപാടിൽ അവൻ വഴങ്ങേണ്ടി വന്നു, അവൻ ഒഴിവാക്കേണ്ടി വന്നു. അവളെ വേറെ കല്യാണം നടത്താൻ അവളുടെ വാപ്പയോട് വിളിച്ചു പറയേണ്ടി വന്നു. ഞാൻ പറഞ്ഞ സഹോദരിമാരെ, ഉറച്ച തീരുമാനം ഇപ്പം തന്നെ പറഞ്ഞോളി മക്കളോട്. ഏത് അഫെയർ വന്ന് എന്താ വാപ്പ നടത്തി തന്നൂടെ ചോദിക്കുന്നതിൻ്റെ മുന്നേ പറഞ്ഞോളൂ, ഏതൊരു പാവപ്പെട്ടവനും നിന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും. അവന് ദീനുണ്ടെങ്കിൽ ജോലിയില്ലാത്തവന് കല്യാണം കഴിച്ചു കൊടുക്കും, നിന്റെ സമപ്രായക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കും. അതിനൊന്നും ഇസ്ലാമിലൊരു തടസ്സമുണ്ടോ? തടസ്സമുണ്ടോ? എന്തിനും തടസ്സമുണ്ടോ ഇസ്ലാമിൽ? തടസ്സമില്ലാത്തത് എങ്ങനെ നിങ്ങൾ തടസ്സമായി പറയും? എന്നാൽ ഒരു കാര്യമുണ്ട്, നിനക്ക് സ്വന്തം നിലക്ക് നിന്നെ പരിചയപ്പെട്ട് വന്ന ഒരു അവിഹിത ബന്ധം നടത്താൻ ഈ വലത്തെ കൈ ഈ വാപ്പ നീട്ടുകയില്ല. ആ കല്യാണത്തിൽ നിന്റെ ഉമ്മ പങ്കെടുക്കുകയില്ല. നമുക്ക് പറയാൻ പറ്റണം. ഇപ്പം ഇങ്ങനത്തെ ബന്ധങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ് പല രക്ഷിതാക്കന്മാരും. ഓരെന്നെ വിളിച്ച് ബന്ധപ്പെടുത്തി കൊടുക്കും. അതാ പുതിയ കാലഘട്ടം. പേടിക്കേണ്ട കാര്യം. ഒരു പെൺകുട്ടി നശിക്കാൻ സഹോദരിമാരെ അത് മതി. അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. പല സീഡികളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയാൻ എന്താ, നിങ്ങൾ കുട്ടികളെ സംശയിക്കരുത് കേട്ടോ നിങ്ങൾ. പക്ഷെ ആൺകുട്ടികളുടെ കാര്യത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? ഈ സാധനം ഉണ്ടല്ലോ, ഈ മൊബൈൽ കുറച്ച് പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ലേറെ ഈ ഫോൺ ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? ഇതറിയോ? ഇതിലെ നെറ്റിൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി നെറ്റിൽ നിന്നും ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരിമാരെ, ഒരു വൃത്തികെട്ട ഒരു ദൃശ്യം, ഏത് രൂപത്തിലുള്ള ഒരു ദൃശ്യം കാണണമെന്നാണോ നിങ്ങളുടെ കുട്ടി ആഗ്രഹിക്കുന്നത്, അതവൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അവൻ അറിയുന്ന രൂപത്തിൽ ടൈപ്പ് ചെയ്താൽ ആ ചിത്രത്തിൻ്റെ വീഡിയോ യൂട്യൂബിൽ അവൻ്റെ മുന്നിൽ വന്നു നിൽക്കും. അതാണ് ഈ സാധനം. മനസ്സിൽ വിചാരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ എന്ത് വിചാരിച്ചോ ആ സാധനം വരും. ഒരിക്കൽ കണ്ടാൽ അവൻ മരണം വരെ കണ്ടുകൊണ്ടേയിരിക്കും. അവസാനം അവനൊരു ഭ്രാന്തനെ പോലെ, ഒരു രോഗിയെപ്പോലെ ആയി മാറും. മനസ്സിലായില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യമാണ് പലപ്പോഴും കേൾക്കലുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് എന്താ വെച്ചാൽ, പരസ്യമായി ഈ സദസ്സ് പറയാൻ പറ്റുന്ന പരസ്യമായി സ്വയം ഭോഗം ചെയ്യുന്ന ഒരു പയ്യൻ. ഒരു പ്രശ്നമല്ല വീട്ടിൽ നിന്ന്, ഉമ്മ അപ്പുറത്തും വാപ്പ അപ്പുറത്തൊന്നും ഉണ്ടായാൽ. എന്താ നിങ്ങൾ ഇത്തരം തിന്മകൾക്കും അശ്ലീലങ്ങൾക്കും അഡിക്റ്റായി വന്ന് എന്താ നിങ്ങൾ അവന് രഹസ്യമായ സമയമോ സന്ദർഭമോ നോക്കാൻ പറ്റാത്ത വിധം ആ തിന്മക്ക് അഡിക്റ്റായിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറയുക, നല്ല കാര്യമാണ്. ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ദുരന്തം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഫാമിലി തിരഞ്ഞു വന്നു. ഞാൻ സാധാരണ വീട്ടിൽ വെച്ച് ഞാൻ സംസാരിക്കലുള്ളൂ.
പക്ഷെ അവരോട് ഞാൻ വീട്ടിലല്ലാത്തൊരു സ്ഥലത്ത് സംസാരിക്കേണ്ടി വന്നു. കാരണം അത്രയും ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞതുകൊണ്ടും ആ യാത്ര അവർക്ക് പെട്ടെന്ന് പോകണമെന്ന് സംസാരിച്ച് 7 വർഷമായി അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നു. വെറും 4 തവണ മാത്രമേ അവർ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. അതിൽ 2 കുട്ടികളുണ്ട്. 7 കൊല്ലമായിട്ട്. ഇപ്പോഴത്തെ പ്രശ്നം താരങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഭാര്യ സഹകരിക്കുന്നില്ല എന്നതാണ് ഭർത്താവിൻ്റെ പ്രശ്നം. ചോദിച്ചു നോക്കുമ്പോൾ എന്താണെന്നറിയാം സുഹൃത്തുക്കളെ, ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം. ഒരു +2 പ്രായമെത്തുമ്പോഴേക്കും തൻ്റെ വൈകാരികതകളെ ശമിപ്പിക്കാൻ വിവാഹിതരല്ലാത്ത ചെറുപ്പക്കാർ പ്രകൃതി വിരുദ്ധമായ പല വഴികളും സ്വീകരിക്കും. അതിൻ്റെ ദുരന്തത്തിൻ്റെ ബലിയാടാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന 36-കാരൻ. അവൻ എന്താ പറഞ്ഞങ്ങൾ, +2 ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ ഇത്തരം തെറ്റായ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക പ്രവർത്തനങ്ങൾ കാരണം അവൻ ഒരിക്കലും ഒരു ഭാര്യയുമായി പ്രകൃതിപരമായ ബന്ധം പുലർത്താൻ സാധിക്കാതെ വന്നിരിക്കുന്നു. അതിലവൻ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഭാര്യ അവനോട് സഹകരിക്കാത്തത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ചത് ഈ സ്വകാര്യതയിലെ തിന്മയാണെങ്കിൽ അത് ഇസ്ലാം വിരോധിച്ച ഹറാമാണെന്നും അത്തരം വികാരങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന രൂപത്തിൽ അശ്ലീല ചിത്രങ്ങളും കാഴ്ചകളും കാണാതിരിക്കുവാനും അതിൻ്റെ ഗൗരവം നമ്മളെ കുട്ടികളെ ബോധ്യപ്പെടുത്താനും പറ്റിയില്ലെങ്കിൽ നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കും, സ്കൂൾ പഠിപ്പിക്കും, പക്ഷേ സ്വകാര്യ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകും. അവസാനം അവൻ്റെ വിവാഹം പരാജയപ്പെടുമ്പോൾ, അവൻ്റെ ജീവിതം തിന്മയിലേക്ക് എത്തപ്പെടുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. നിങ്ങൾ ബേജാറായി അവനെ ബുദ്ധിമുട്ടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ അവർക്കുള്ള ബോധം നമ്മൾ നൽകണം, സമയോചിതമായ ബോധം. അൽഹംദുലില്ലാ, ഞാനൊരു മഹത്വമായി പറയല്ല, നമ്മുടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷനെ കുറിച്ച് ഇന്ന് കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകൾക്കും എല്ലാ മതസ്ഥർക്കുമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഒരാൾക്ക് വേണ്ട ധാർമ്മികമായ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങൾക്കുമുള്ള ഇസ്ലാമിക പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഏറ്റവും നല്ല മതപരമായ കാര്യങ്ങളിൽ ജനങ്ങൾക്കൊരു നേതൃത്വം നൽകാൻ പറ്റുന്ന, വിവരം നൽകാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി, ഒരു കൂട്ടായ്മയായി, ഒരു പ്രബോധക സംഘമായി നമ്മുടെ കൂട്ടായ്മയെ ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പീസ് റേഡിയോ, പ്രത്യേകിച്ചും പീസ് റേഡിയോ, ഞാൻ പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസ് ലൈവ് എന്നുള്ള പ്രോഗ്രാമിൽ ക്യാമ്പസിലെ കുട്ടികളുടെ ഇത്തരം സ്വഭാവങ്ങൾക്കുള്ള മറുപടികളാണ് പറയുന്നത്. നമ്മുടെ സ്നേഹക്കൂടിൽ കുടുംബപരമായ മുഴുവൻ പ്രശ്നങ്ങൾ, സ്നേഹക്കൂടിനെ കുറിച്ച് കേൾക്കുന്ന ആളുകൾ വളരെ 1000 നാവുകളോടെ സംസാരിക്കാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും ആ സ്നേഹക്കൂട് കൊണ്ട് മാത്രം ഒരു പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ഫീഡ്ബാക്കിൽ അനേകം ഫീഡ്ബാക്കുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റേഡിയോ കേൾക്കുമ്പോൾ തന്നെ അതിൽ ഫീഡ്ബാക്ക് അയക്കാൻ പറ്റും. ആ സംവിധാനം ഇപ്പോൾ നമ്മുടെ പീസ് റേഡിയോയിൽ വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ കയറി പീസ് റേഡിയോ എന്നടിച്ചാൽ നമ്മുടെ പച്ച എംബ്ലം വരും. നിങ്ങൾക്ക് 24 മണിക്കൂറും അത് കേട്ടിരിക്കാൻ പറ്റും. ഇന്ന് ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ സ്റ്റേജിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പീസ് റേഡിയോ കുറച്ച് പ്രശ്നമാണല്ലോ. അപ്പോൾ എന്താ ചോദിച്ചത്? ഒന്നുമില്ല, ഭാര്യ രാവിലെ നീച്ചാൽ പീസ് റേഡിയോ ഓണാക്കും, എന്നിട്ട് ഇവളെന്ത് ചെയ്യും, ഓരോ പണികളെടുക്കും. അവസാനം എന്താ വെച്ചാൽ പണി എവിടെ എത്തിയിട്ടുണ്ടാവില്ല, പീസ് റേഡിയോ അങ്ങനെ കേൾക്കലന്നെ നടക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അയാളെ കംപ്ലൈൻ്റാണത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തായാലും ഞാൻ തമാശയായിട്ട് പറഞ്ഞാട്ടോ, പ്രശ്നമൊന്നുമില്ല, ആക്കെ പിന്നെ അവൾ എങ്ങനെയൊക്കെ ചെയ്തോളും. പക്ഷെ എന്താ വെച്ചാൽ അതൊരു വല്ലാത്ത ഇപ്പം വെറുതെ അങ്ങനെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയാൽ അന്തം വിട്ട് ഇങ്ങനെ ഇരുന്നുങ്ങാട്ട് വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെ എനിക്ക് എന്തൊക്കെ ഒരു തലവേദന, എന്തൊക്കെ ഒരു നെഞ്ചുവേദന, ഇതൊക്കെ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ ഒരു നെഞ്ചുവേദനയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരും വീട്ടിലെങ്കിലും വാതിലടച്ചാലും പല പരിപാടികൾ, ഇടയ്ക്കൊരു പാട്ട്, ഇടയ്ക്കൊരു പ്രസംഗം, പല പരിപാടികൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. അങ്ങനെ എല്ലാ കാര്യം. അപ്പോൾ ആ നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ISMൻ്റെ ഒരു പരിപാടി വരുന്നു. അതൊക്കെ വളരെ പുതുതായി വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കുള്ള ക്ലാസ്, പുതുതായിട്ട് വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കുള്ള ക്ലാസ്. ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ആളുകൾക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമ്മൾ നേർവഴി, 5 മിനിറ്റ്, ആ 5 മിനിറ്റിൽ എന്ത് ഇഷ്യൂസ് വന്നാലും അതിനൊക്കെ അനുഭവിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ആ 5 മിനിറ്റ് കൊണ്ട് നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കും. വാട്സപ്പിലൂടെ പ്രഭാഷണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ശരിയായ ബോധം നമ്മുടെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് നൽകുക. ഇപ്പോൾ നമ്മുടെ SLC പരീക്ഷയ്ക്ക് ഇപ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾക്കുള്ള MSMൻ്റെ സ്റ്റേറ്റ് ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ അവർക്കൊക്കെ ഒരു വെള്ള പേപ്പർ കൊടുത്തിട്ട് എഴുതി വാങ്ങിച്ചിരുന്നു. ആ എഴുതി വാങ്ങിച്ച കടലാസ് വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്, 90% കുട്ടികളുടെയും സ്വകാര്യ ജീവിതത്തിൽ ഇത്തരം ലൈംഗികമായ വൃത്തികേടുകൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് ആ കടലാസുകൾ സംസാരിച്ചത്. അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഞാൻ ആ കുട്ടികൾ ആ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ എന്തായാലും ആ തിന്മയിലേക്ക് പോകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നല്ല ശീലങ്ങളെയും നല്ല കാര്യങ്ങളെയും അവർക്ക് പകർന്നു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, ഇത്തരമൊരു ബോധം ഈ നാട്ടുകാർക്കുണ്ട്
എന്ത് ഇങ്ങനത്തെ ക്ലാസ്സുകൾ, രക്ഷിതാക്കന്മാർക്കുള്ള ബോധവൽക്കരണങ്ങൾ, പെൺകുട്ടികൾക്കുള്ള സ്പെഷ്യലായ ക്ലാസ്സുകൾ, പ്രീ മെരിറ്റൽ കൗൺസിലിങ്ങുകൾ, നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്കുള്ള CRE ക്ലാസ്സുകൾ, ഇതൊക്കെ വ്യവസ്ഥാപിതമായി നടന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാവുന്നതാണ്. അപ്പോൾ ചില നാട്ടിലൊക്കെ എന്താ വെച്ചാൽ നമ്മളെയൊക്കെ പല സന്ദർഭങ്ങളിലും വളരെ മോശമായി മനസ്സിലാക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്ത പല സുഹൃത്തുക്കളും നമ്മളുമായി ഒരിക്കലും നമ്മുടെ ഫോണിലേക്ക് വിളിക്കുമെന്ന് പോലും വിചാരിക്കാത്ത ചില പ്രാദേശിക സംഘാടകരായിട്ടുള്ള നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്നെന്നെ വിളിച്ച ഒരാളാണ്, അങ്ങനത്തെ ഒരാളാണ്. ഒരിക്കലും എന്നെ വിളിക്കാൻ സാധ്യതയില്ലാത്ത അത്രമാത്രം നമ്മളെ തെറ്റിദ്ധരിച്ച് നമ്മൾ ചിർക്കിലാന്ന് വരെ വിചാരിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കുടുംബത്തിൽ ഒരു കുടുംബ സംഘമുണ്ട്, നിങ്ങൾ എന്തായാലും വരണം, സംസാരിക്കണം എന്നാവശ്യപ്പെടുന്ന എന്തിൻ്റെ പേരിലാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അൽഹംദുലില്ലാ ഇവിടെ ഇവർ പ്രതീക്ഷിക്കാത്ത അത്ര അധികം ആളുകൾ വന്നിട്ടുണ്ട്. ഒരു പരിധിവരെയൊക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരിക്കലും ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാ അള്ളാ ഇത്തരം കാര്യങ്ങളും കേൾക്കാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ പേരടിച്ചാൽ ഏതാരെ പേരടിച്ചാലും യൂട്യൂബിൽ നിന്ന് ലൈവായി നിങ്ങൾക്ക് ഏത് വിഷയത്തിലും പ്രസംഗങ്ങൾ ലഭിക്കും. നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാട്സപ്പുകൾ ഉപയോഗിക്കുക. ഇത്തരം പ്രഭാഷണങ്ങളിലെടുത്ത് നമ്മൾ കുടുംബസമേതം എത്തുക. നല്ല നിലക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇഹലോകത്ത് നമുക്ക് സമാധാനം കിട്ടും, പരലോകത്തും സമാധാനം കിട്ടും. നമ്മുടെ മക്കൾ എന്നും നമുക്ക് സന്തോഷമായി മാറും. നമ്മുടെ അപമാനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ മനോദുഃഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ മക്കളെക്കുറിച്ച് നല്ലത് വിചാരിക്കാനും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നാളെ പരലോകത്ത് അവരെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ അള്ളാഹു പ്രത്യേകം ഉണ്ടാക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ സ്വർഗത്തിൽ അവരെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ജീവിക്കുവാനും സന്തോഷകരമായ സമാധാനകരമായ ഒരു ജീവിതത്തോടെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നു പോയ തെറ്റുകളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കുടുംബം പ്രദാനം ചെയ്യണമെന്നാഥ. അള്ളാഹു മൗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു